ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ആത്മഹത്യ ചെയ്യത്തക്ക വിധമുള്ള സാഹചര്യങ്ങൾ വീട്ടിലും സ്കൂളിലും. ആശുപത്രി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുകയും നമ്മളങ്ങോട്ട് പോകാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ് നല്ലത്, അല്ലേ? സാരംഗിൽ എത്തിയിട്ടുള്ള സന്ദർശകരിൽ നിന്ന് വോളണ്ടിയേഴ്സിൽ നിന്ന് മോശം അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? വയനാട്ടിൽ നിന്ന് ഒരു കൊലപാതകം കഴിഞ്ഞ് ആ കത്തി ഇവിടെ വന്ന് കഴുകുന്നത് കണ്ട ഒരാൾ 3-ാമത്തെ വയസ്സിൽ തുടങ്ങുകയാണ് സംഘർഷം. നെറ്റിയിൽ ഇതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് വിടുക. അതേപോലെയും വരുന്നു, ഇതേ പറയാൻ വരുന്നു, ഇതേ നായർ പോകുന്നു, നമ്പൂതിരി പോകുന്നു. എന്തെങ്കിലും ആവശ്യം വന്നാൽ അവരുടെ ജീവനെ പിടിച്ചു നിർത്താൻ, അവരുടെ രോഗം മാറാൻ വേണ്ടി നമ്മൾ ഏത് ചികിത്സാ സമ്പ്രദായവും, ഹെലിപാഡുണ്ട്, റഡാറുണ്ട്, പറയാൻ അറയ്ക്കുന്നതായ തെറികൾ ഇതിനകത്ത്. നമ്മൾ വിചാരിക്കുന്ന വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് വിചാരിക്കുന്നവർ. വിഷ്ണുവിന് അമേരിക്കയിൽ ജോലി കിട്ടിയതാണ് എന്നറിയാം, അതും ഒഴിവാക്കി വലിയ പ്രകൃതിയുടെ ആൾക്കാരല്ലേ. എന്നിട്ട് ടീച്ചർ അവിടെ ഇരുന്നിട്ട് ഊണ് കഴിക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ചാനലുകൾ അല്ലെ മറ്റ് ആളുകൾ അല്ല ഇൻ്റർവ്യൂ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഇരള ഭാഷ അവിടെ നിലനിൽക്കണം, കുറുമ്പ ഭാഷ നിലനിൽക്കണം. ഈ നരകവൽക്കരിക്കുക, നഗരമല്ല നരകവൽക്കരിക്കുന്ന ആ ഒരു രീതിയുള്ളവരുണ്ടാവും. എല്ലാ പ്രിയപ്പെട്ട കാഴ്ചക്കാർക്കും നമസ്കാരം. നമസ്കാരം. ചോദ്യമുണ്ടോ പക്ഷേ ഉത്തരവെടുക്കാൻ? ഇന്നത്തെ ഒത്തിരി ഉച്ചം കിടക്കല്ലേ. താമസ സ്ഥലത്തിനടുത്ത് അവശ്യ സാധനങ്ങൾ വേണ്ടത്. പക്ഷേ ഇതേക്കുന്ന ആവശ്യമില്ല. താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് അവശ്യ സാധനങ്ങൾ വാങ്ങാനും ആശുപത്രി മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി വരെ ഏതാണ്ട് നമ്മുടെ ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ പോയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി വരെ ഉണ്ട്. സർക്കാർ വക എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ആശുപത്രി വരെ ഉണ്ട്. പക്ഷേ നമ്മളിവിടെ ഇങ്ങനെ സ്ഥലമെടുക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയില്ല ഇവിടെ ആശുപത്രി ഉണ്ടോ, ഇവിടെ സ്കൂളുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടോ. അങ്ങനെ ഇല്ലാത്ത സ്ഥലത്തേക്കാണ് നമ്മൾ വരുന്നത് എന്ന് നമ്മൾ നോക്കിയിട്ടില്ല. വെള്ളം ഇല്ലാത്ത ഇടമായിരിക്കണം. പിന്നെ അങ്ങനെ വേറെ ഏതോ ഒരു ചോദ്യം അങ്ങനെ കണ്ടിരുന്നു. അതിന് ഒരുപക്ഷെ നമ്മൾ ആ ചോദ്യത്തിലേക്ക് എത്തുമ്പോൾ അതേപ്പറ്റി കൂടുതൽ വിശദീകരിക്കാം. എന്തായാലും നമ്മളൊരു ആശുപത്രി അടുത്ത് കണ്ടുകൊണ്ടല്ല ജീവിതം തുടങ്ങേണ്ടതെന്ന് തന്നെയാണ് ഞങ്ങളുടെ പക്ഷം. അതവിടെ ഇരുന്നോട്ടെ. പക്ഷേ നമ്മളൊരു ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടിയല്ല ജീവിക്കേണ്ടത്, നമ്മൾ ജീവിക്കുക. ഇനി അഥവാ ആശുപത്രിയിൽ പോകേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അങ്ങ് പോവുക. ആശുപത്രി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുകയും നമ്മളങ്ങോട്ട് പോകാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ് നല്ലത്, അല്ലേ? പിന്നെ സാധനങ്ങളൊക്കെ കിട്ടാനുള്ള സൗകര്യം, കിലോമീറ്റർ അത് പണ്ടും എന്ത് സാധനങ്ങൾ കിട്ടാനുള്ള ഇപ്പോൾ എന്തും കിട്ടും. പണ്ട് ഞങ്ങൾക്കൊക്കെ ആവശ്യമുള്ള ചില സാധനങ്ങൾ, ഇപ്പോൾ എഴുത്ത് സാമഗ്രികൾ, അങ്ങനെയുള്ള ചില സാധനങ്ങൾ ഈ നമ്മുടെ പലപ്പോഴും കോയമ്പത്തൂർ പോകണം. പിന്നീടായപ്പോൾ ഇവിടെ ചില കടകൾ തുടങ്ങി. ചാവക്കാട് എന്നൊരു സംഘം കച്ചവടക്കാർ ഇവിടെ വരികയും അവർ നന്നായിട്ട് നല്ല കടകളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ ഒരുപാട് സാധനങ്ങൾ വരും. നമ്മൾ അവരോടൊന്ന് പറഞ്ഞാൽ മതി, അവർ ആ സാധനം കൊണ്ടുവരും. ഇന്ത്യൻ ഇങ്കൊക്കെ അന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. കൊണ്ടുപോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ അതെന്താ സാധനം അവർക്കറിയില്ല. അപ്പോൾ അത് നമ്മൾ വിശദീകരിച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവരവിടെ കുറിച്ച് വെച്ചു ഇന്ത്യൻ ഇങ്ക്. അടുത്ത പ്രാവശ്യം നമ്മൾ ആ റോഡിൽ പോകുമ്പോഴത്തേക്കും മാഷേ അല്ലെ ടീച്ചറെ ഇന്നാൾ പറഞ്ഞ സാധനം വന്നിട്ടുണ്ടല്ലോ, അങ്ങനെ പലരും അതവരെ എത്ര കളറുണ്ടോ അതെല്ലാം കൊണ്ടുവരുമായിരുന്നു. നല്ല സഹകരണവും കച്ചവടക്കാരിൽ നിന്നൊക്കെ നല്ല സഹകരണമായിരുന്നു അന്നും ഇന്നും എന്നും എക്കാലത്തും. ഇനി മുൻപത്തെ അധ്യാപക ജീവിതം അപേക്ഷിച്ച് ഇപ്പോഴത്തെ നേട്ടം, ചോദ്യം എത്ര അതാണെന്ന് അറിയില്ല. അതിനകത്ത് അധ്യാപക ജീവിതം അപേക്ഷിച്ച് ഇപ്പോഴത്തെ നേട്ടം, സാമ്പത്തികമല്ലാത്ത ചില നേട്ടങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. സർക്കാർ സർവീസിലായിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം സ്വാതന്ത്ര്യമുണ്ട്, ചിന്താ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണ് അതിനകത്ത് ഏറ്റവും വലിയത്. ഒരു കാലത്ത് നമ്മൾ സർക്കാർ സർവീസിൽ ഇരിക്കുന്ന സമയത്ത് ദ റിസൾട്ട് ഈസ് നോട്ട് ഓഫ് യുവർ കൺസേൺ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കത്ത് തന്നത് അന്നിരുന്ന ഒരു AO. ദ റിസൾട്ട് ഈസ് നോട്ട് ഓഫ് യുവർ കൺസേൺ. അപ്പം നമ്മൾ അന്ന് ഇന്ന് നമുക്ക് അതിന് ഉത്തരവില്ല. കാരണം ആരുടെ കൺസേണിലാണ് ഈ റിസൾട്ട് വരേണ്ടത്? ഞങ്ങൾക്കാണ്, കുട്ടികളുമായിട്ട് നേരെ ബന്ധമുള്ളത് ഞങ്ങൾക്കാണ്, അല്ലാതെ ഇരിക്കുന്ന AOയ്ക്കോ DDക്കോ അങ്ങനെയുള്ളവർക്കല്ല, മന്ത്രിക്ക് പോലും അല്ല. അവരവരെ കാണുന്നതില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അധ്യാപകർ വിദ്യാർത്ഥികളെ കാണുന്നുണ്ട്. ഈ വിദ്യാർത്ഥികളെന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രദേശത്തിരിക്കുന്ന സ്കൂളിൻ്റെ ആ ചുറ്റുപാടുമുള്ള മുഴുവൻ ആളുകളുടെയും കുട്ടികളാണ് അവിടെ വരുന്നത്.
എന്ന് പറഞ്ഞാൽ ആ പ്രദേശം അവിടെ വരുന്നു എന്നാണ്. അവർ ആ പ്രദേശത്തെ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയുന്നത് അവരുടെ പ്രതിനിധികളാണ്. ഓരോ വീട്ടിൽ നിന്നും ഓരോ പ്രതിനിധിയാണ് നമ്മുടെ സ്കൂളിലേക്ക് എത്തുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പണി ചെയ്യുമ്പോൾ അവർ നമ്മൾ എപ്പോഴും കാണുന്നുണ്ട്, അവരെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, അവർക്ക് വേണ്ട ആവശ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയുള്ള അധ്യാപകരോട് പറയുകയാണ്, ഇത് നിങ്ങൾ ആ ഫലമൊന്നും നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട സംഗതിയല്ല, നിങ്ങളതങ്ങ് പണി ചെയ്തുകൊണ്ടാൽ മതി എന്ന് പറയുമ്പോൾ ഒരു രാജാവ് ജനങ്ങളോട് അല്ലെങ്കിൽ ഭൃത്യരോട് അല്ലെങ്കിൽ പ്രജകളോട് സംസാരിക്കുന്നത് പോലെ ആയിപ്പോവും. അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതാണ് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വിദ്യാഭ്യാസത്തിന് ശരിക്കും സ്വാതന്ത്ര്യത്തോടു കൂടി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്നും എന്താണ് വാസ്തവത്തിൽ ചെയ്യേണ്ടത് എന്നും ഒന്ന് വിശകലനം ചെയ്യാനും വിഭാവനം ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇന്ന്. അല്ലെ എത്രയോ കാലം മുതൽ അന്നേ മുതൽ ഇങ്ങനെ തന്നെയാണ്. ഈ പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ തീയില്ലാതെ വരുമ്പോൾ അയലോക്കത്ത് നിന്ന് പോയിട്ട് നമ്മൾ തീ മേടിക്കാറുണ്ട്. അന്ന് തീപ്പെട്ടിയും ലൈറ്ററും ഒന്നും അത്ര സർവ്വസാധാരണമല്ല. ഇന്നിപ്പോൾ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുക. അതിൻ്റെ അർത്ഥം നമ്മുടെ അടുത്ത് തീയില്ലാന്ന് അല്ലേ, ആ തീ പിടിപ്പിക്കാനായിട്ടുള്ള തീപ്പെട്ടി ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള ലൈറ്റർ ഇല്ലെന്ന എന്ന് പറഞ്ഞാൽ നമ്മളിവിടെയുള്ള ലക്ഷക്കണക്കിന് അധ്യാപകരുടെ തലയിൽ ഒന്നുമില്ല, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഒന്നുമില്ല. നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന സാധനം പ്രിന്റ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് തരും, അത് നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്തേക്കുക. ഇത്രയും നിരുത്തരവാദപരമായ ഒരു ഏർപ്പാട് വേറെ ഒരു സ്ഥലത്തും സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഇത്രയും നല്ല തലച്ചോറുള്ള അധ്യാപകർ ഇവിടെ ഇപ്പോൾ വലിയ സംഭവങ്ങളൊക്കെ ഓരോ സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തെ കുട്ടികളുടെ ആത്മഹത്യ. അപ്പോൾ കുട്ടികളെ എല്ലാവരും കുറ്റം പറയുന്നുണ്ട്. ഒന്ന് പറയും രണ്ടാമത്തേന് ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഒന്ന് പറയും രണ്ടാമത്തേന് ആത്മഹത്യ ചെയ്യത്തക്ക വിധമുള്ള സാഹചര്യങ്ങൾ വീട്ടിലും സ്കൂളിലും പോകുന്ന പരിസരത്തും എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇപ്പോൾ ഇരുന്നുകൊണ്ട് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ വേറൊരു രാജ്യത്തെ വിദ്യാഭ്യാസം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുക, അല്ലെങ്കിൽ വേറെ പുതിയ കുറേ പാഠ്യപദ്ധതികൾ ഉണ്ടാക്കി വയ്ക്കുക. ഇതൊന്നും അല്ല പരിഹാരം. ശരിക്കും വിശകലനം ചെയ്യണം. നമ്മളിപ്പോൾ ഒരു മുറ്റം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പണ്ടൊരു പറച്ചിലുണ്ട്, അടിക്കുമ്പോൾ നുള്ളണം. മുറ്റം അടിക്കുമ്പോൾ നുള്ളണം എന്ന് പറഞ്ഞാൽ മുറ്റം അടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കളകൾ എന്തെങ്കിലും കണ്ടാൽ അത് പറിച്ച് കളയണം. അപ്പോൾ മുറ്റം അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തെ അത് നമ്മൾ വിശകലനം ചെയ്യണം. ഇത് നാളെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നാളെ അത് വലുതാവും, അത് പ്രശ്നമാകും, ഇപ്പോഴേ അങ്ങ് പറിച്ച് കളയാം. ഇങ്ങനെ ഇവിടെ ലഹരിമരുന്ന് ഇത്രയും കിടന്ന് കത്തി കാളിയുന്ന ഈ സമയത്ത് പോലും അതിനൊരു പരിഹാരം കാണാൻ നമ്മൾ നോക്കിയിട്ടില്ല. എന്തുകൊണ്ട് ഈ കുഞ്ഞു മനസ്സുകൾ ഇത്രയും സംഘർഷം അനുഭവിക്കുന്നു? 3-ാമത്തെ വയസ്സിൽ തുടങ്ങുകയാണ് സംഘർഷം. അവരുടെ ശരീരം ഇളക്കി മറിച്ച് അവരുടെ ശരീരത്തിൻ്റെ മാംസപേശികളെല്ലാം ബലപ്പെടുത്തണ്ട ആ കുഞ്ഞു പ്രായത്തിൽ ഇവരെ കൊണ്ട് അങ്കനവാടി ബാലവാടി ഇവിടെ കൊണ്ടിട്ട് വാടിക്കുക. ഇങ്ങനെ വാടിച്ചിട്ട് ആ കുട്ടികളെ ദുർബലരാക്കി വളർത്തി അവരുടെ മനസ്സിനകത്ത് ഭയങ്കരമായ സംഘർഷങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ആ ഇട്ട് കൊടുക്കുന്ന സംഘർഷത്തിൻ്റെ പുറത്ത് നമ്മൾ പറയുന്നത്, നീ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എൻ്റെ മക്കൾക്ക് നല്ലൊരു ജോലി കിട്ടും എന്ന് പറഞ്ഞാൽ ആ ജോലി എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ആൾക്ക് തന്നെ മനസ്സിലാവും ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ബുദ്ധിയുള്ള കുട്ടികളല്ലേ, ഇന്നത്തെ കാലത്തെ കുട്ടികൾ നല്ല ബുദ്ധിയുള്ളവരാണ്. അവർക്കറിയാം ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. കിട്ടും 1-2 പേർക്ക്, ലോട്ടറി എടുക്കുമ്പം ഒരാൾക്കല്ലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ 2-3 പേർക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. പക്ഷേ ബാക്കിയുള്ളവർ മുഴുവൻ നിരാശയിലാകും. ആശയും നിരാശയും. ഈ ആശ ഉണ്ടാക്കി കൊടുക്കുന്നിടത്താണ് ഈ നിരാശ വരുന്നത്. നിരാശ വന്നാൽ എന്താ ചെയ്യുക? ഒന്നീ കഞ്ചാവ് അടിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ലഹരിക്ക് അടിമയാകും. ഒന്നും പറ്റിയില്ല, ആത്മഹത്യ ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ വഴിമരുന്ന് ഇട്ട് കൊടുക്കുകയല്ല വേണ്ടത്. ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാനുള്ള തലച്ചോറ് നമ്മുടെ നാട്ടിലുണ്ട്, ശരിക്കും ഉണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ കഴിയില്ലാത്ത കുറേ പേര് അതിൻ്റെയൊക്കെ മേളിൽ ഇങ്ങനെ അടയിരിക്കുന്നു. അവിടെയാണ് പ്രശ്നം. അവർക്ക് ലക്ഷ്യമുണ്ട്. മണ്ടന്മാരുടെ ഒരു സമൂഹം ഉണ്ടാവുകയാണെങ്കിൽ അതെ നയിച്ചുകൊണ്ട് പോകാൻ എളുപ്പമാണ്. അതാണ് അതുകൊണ്ട് ഇത് വളരെ ബോധപൂർവം ചെയ്യുന്നതാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പലരും അതെ അതെല്ലാം ശരിയാണെന്നല്ല പറയുന്നത്. ബദൽ വിദ്യാഭ്യാസം അല്ല വേണ്ടത്. ശരിയായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ബദൽ വിദ്യാഭ്യാസമാണെന്ന് ഞങ്ങൾ പറയില്ല. ഇതിന് വേണ്ടിയിട്ട് എല്ലാ കുട്ടികൾക്കും, പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്കൂളിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും, അതുപോലെ സാധാരണക്കാരായ മുഴുവൻ മക്കൾക്കും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് തന്നെയാണ്. അതിന് നല്ല തലച്ചോറുള്ള ആളുകളാണ് കൂടിയിരിക്കേണ്ടത്. അല്ലാണ്ട് നാക്കിൻ്റെ നീളം നോക്കിയിട്ടോ തൊലിയുടെ കട്ടി നോക്കിയിട്ടോ ഒന്നുമല്ല ഈ കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. നല്ല പോലെ
ഭാവിയിൽ എന്തായിരിക്കും ഈ തരത്തിൽ പോയാൽ എന്ന് ചിന്തിക്കാൻ ശേഷിയുള്ള ക്രാന്തദർശികളായ ആളുകളെ വിളിച്ചിരുത്തിയിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. അതൊന്നും നടക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല. അതായത് ആ ഒരു ചോദ്യം, അധ്യാപക ജീവിതം എന്ന് പറഞ്ഞത് സാമ്പത്തിക നേട്ടം ആയിട്ട് ബന്ധപ്പെടുത്തരുത് എന്ന ആഗ്രഹമുണ്ട്. സാമ്പത്തികം വേണം, പക്ഷേ അതിനുവേണ്ടി ആകരുത് അധ്യാപകരെങ്കിലും മേഖലയിലാണെങ്കിലും അങ്ങനെ ആകുന്നത് നമ്മൾ ആ ഒരു മേഖലയോട് ചെയ്യുന്നതായ തെറ്റാണ്. പ്രധാനമായിട്ട് കണക്ക് നമ്മൾ കൂട്ടേണ്ടത് എന്താണ് ജനങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളതായ ചുമതല, ആ ചുമതല വൃത്തിയായിട്ട് ചെയ്യുക. അതിനുശേഷമാണ് സാമ്പത്തിക നേട്ടത്തെ പറ്റി ആലോചിക്കേണ്ടതെന്ന്. ജനസേവകർ എന്നാണ് നമ്മളെ പറ്റി പറയുന്നത്, സർവീസ് എന്നാണ്. നമ്മളുടെ ജോലി സർവീസാണ്. ഇപ്പോൾ അധ്യാപകൻ ആയിട്ട് ജോലി കിട്ടുമ്പോൾ നമ്മൾ ആ സർവീസ്, ഗവൺമെൻറ് സർവീസിൽ ഗവൺമെൻറ് ജീവനക്കാരൻ, ജോലിക്കാരൻ, ആളുകളുടെ ജോലി, ആളുകൾക്ക് ചെയ്യാൻ പറ്റാത്ത ജോലിയാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ ജോലി ചെയ്യുന്നു, ശരി, അതിനുള്ള ന്യായമായ കൂലിയും വാങ്ങുന്നു, അതൊരു ശരിയാണ്. പക്ഷേ സർക്കാരിൻ്റെ ജോലിയല്ല, സർക്കാരിന് ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് കാശ് തന്നിട്ട് സർക്കാർ നമ്മളെ കൂലിക്ക് അവിടെ എടുത്ത് അവിടെ വെച്ചിരിക്കുന്നു. മൊത്തം സമൂഹത്തിൽ നിന്ന് പിരിച്ചെടുക്കുന്നതായ പൈസ, പച്ചക്ക് പറഞ്ഞാൽ അങ്ങനെയാണ്, മൊത്തം ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്നതായ പൈസ സർക്കാരിന്റെ ഖജനാവിൽ നിക്ഷേപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട തൊഴിലുകൾക്ക് പ്രത്യേക ആളുകളെ തിരഞ്ഞെടുക്കുന്നു. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് അധ്യാപകർ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ സാമ്പത്തിക നേട്ടം എന്ന് പറയുന്നത് നമ്മുടെയും പൈസ ആ കൂട്ടത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഉത്തരവാദിത്വം നമുക്ക് സമൂഹത്തിനുണ്ട്. ആ രീതിയിലാണ് എല്ലാ തൊഴിലിനെയും കാണേണ്ടത്. ജോലിയിലായിരുന്ന സമയത്തും അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷവും ഒക്കെയുള്ള നേട്ടം എന്നുള്ള ആ ഒരു വാക്കിൽ നിന്നാണ് ഇത് വരുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് നേട്ടം ഉണ്ടാകേണ്ടത് സാമ്പത്തിക നേട്ടമല്ല. ഇനി അങ്ങനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ സാംസ്കാരിക നേട്ടം, ബൗദ്ധിക നേട്ടം എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ശരി. അടുത്തത്, സാരംഗിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ആദിവാസി കുട്ടികൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്ന് വല്ലാത്തൊരു പ്രശ്നമാണ്. ആദിവാസി എന്ന് പറയുന്നത് ശരിക്കും ഒരു നാണയമാണ്. ആർക്കും ക്രയവിക്രയം ചെയ്യാവുന്നൊരു നാണയമായിട്ട് ഉപയോഗിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വരുന്നതായ സകല കുട്ടികളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ മാത്രമാണ്. നാളത്തെ തലമുറ, വളർന്നു വരുന്ന തലമുറ മാത്രമാണ്. ഞങ്ങളത് ഒരിക്കലും അവർ നായരാണോ, നമ്പൂരിയാണോ, ആദിവാസിയാണോ, എസ് സി ആണോ, ഇതൊന്നും ഞങ്ങളുടെ നമുക്ക് വിഷയമേ അല്ല. മനുഷ്യനാണോ, മനുഷ്യക്കുഞ്ഞാണോ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ആദിവാസി കുട്ടി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരു കുട്ടിയും ഇതേവരെ കണ്ടിട്ടില്ല. സർവീസ് ഇരുന്ന കാലത്തും അവിടെ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് അവർക്ക് ലംസംഗ്രാൻഡോ അതോ ഇതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതൊന്നും നമ്മുടെ പരിഗണനയിൽ ഒരിക്കലും വന്നിട്ടില്ല. അത് തെറ്റാണ്. ഈ സ്വാതന്ത്ര്യം കിട്ടി കുറച്ച് കാലത്തേക്ക് തീർത്തും താഴെ കിടക്കുന്ന ആളുകളെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ അതൊക്കെ ചെയ്യാമായിരുന്നു. ഇന്നിപ്പോൾ അതുകൊണ്ടാണ് ഈ പല ജാതി എന്നുള്ളത് ഇപ്പോഴും മാറാതെ നിൽക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റിൽ ഇതിങ്ങനെ എഴുതി വിടുക, നെറ്റിൽ ഇതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വിടുക, ഇതേ വരുന്നു, പറയാൻ വരുന്നു, ഇതേ നായർ പോകുന്നു, നമ്പൂതിരി പോകുന്നു, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാറ്റത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ, ഒരുപാട് നല്ല മനുഷ്യർ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പാഠപുസ്തകത്തിൽ പഠിക്കുന്നുമുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് എന്താ കൊണ്ടുവരാൻ പഠിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇന്നും ഈ ജാതി എന്ന് പറഞ്ഞ്, ആ ജാതി എന്ന് പറയുന്നതിൽ ഏത് ജാതി എന്ന് പറയുന്നതിൽ അഭിമാനമാണെന്നൊക്കെ പറയുന്നു. ഒരു അഭിമാനമില്ല. പറയുന്ന ആ സമയം കൊണ്ട് തീരുകയുള്ളൂ. ആ പറയുന്നവർക്ക് തന്നെ അറിയാം ആ ജാതിയുടെ പേരിൽ തന്നെ അവർ അപമാനിക്കപ്പെടുന്നുണ്ട്, സമൂഹത്തിൽ താഴ്ത്തിക്കെട്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. അതുകൊണ്ട് ഈ ഒരു വാലുമില്ലാതെ, ഒരു ജാതിയുടെയും ഇതില്ലാതിരിക്കണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റിൽ നിന്ന് തന്നെ ഈ സാധനം പോകണമായിരുന്നു. ഈ 25 രൂപ അല്ലെ 50 രൂപ അല്ലെ 100 രൂപ, അപ്പോട്ടെ 1000 രൂപ ലംസം ഗ്രാൻഡ് കിട്ടുന്നു എന്ന് പറഞ്ഞ് ഇത് ഒട്ടിച്ച് വെക്കുന്നതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജാതിയുടെ പേരിൽ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സ്ഥിതിക്ക് കുറച്ചുകൂടെ തെളിച്ച് പറയേണ്ട സംഗതിയുണ്ട്. ഒന്നിച്ച് നിന്നുകഴിഞ്ഞാൽ ഭരിക്കാൻ ബുദ്ധിമുട്ട്, അതാണ്. ഭിന്നിച്ച് നിന്നുകഴിഞ്ഞാൽ ഭരിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് ബ്രിട്ടീഷുകാരുടെ കളരിയിൽ നിന്ന് നമ്മൾ പഠിച്ചൊരു സംഗതിയാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒന്നിച്ച് നിൽക്കുന്ന ജനങ്ങളെ പല രീതിയിലും നമ്മൾ പല തട്ടിലേക്ക് ഭിന്നിപ്പിച്ച് കൊണ്ടുവരാണ്. അപ്പോൾ എളുപ്പമുണ്ട്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. ധാരാളം ഭിന്നിപ്പുകൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്നതിനുള്ള ആസൂത്രിതമായ പരിപാടികൾ നടക്കുന്നുണ്ട്. അതിനി വളരെ വിവാദമായൊരു വിഷയമായിട്ട് മാറാൻ സാധ്യതയുള്ള ഇത്രയും കൊണ്ട് പറഞ്ഞു നിർത്തുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഒരു അപകർഷബോധം ഉണ്ടാകത്തക്ക വിധം തന്നെയാണ് സ്കൂളിൽ ഈ സാമ്പത്തിക ഇടപാട് കുട്ടികളുമായിട്ട് നടത്തി പോകുന്നത്. ഭയങ്കര വിഷമം
നമുക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. അവരിനി ആരായിക്കോട്ടെ, എത്ര വലിയ ഉദ്യോഗ തലത്തിലേക്ക് നമ്മളിങ്ങനെ സാമ്പത്തികം കൊടുത്ത് കൊണ്ടുപോയാലും ശരി, ഈ അപകർഷബോധം എന്ന് പറഞ്ഞ ആ ഒരു ഇത് എടുത്തു കളയാൻ നല്ല ബുദ്ധിമുട്ടാണ്. അധ്യാപകരായിരുന്ന ഞങ്ങൾക്കതറിയാം. നമ്മൾ ഒരിക്കലും ഒരു കുട്ടിയെയും ആ തരത്തിൽ കണ്ടിട്ടില്ല. ആദിവാസി കുട്ടികൾ നമുക്ക് വേറെയല്ല, നമ്മുടെ എല്ലാ മക്കളെ പോലെയും അവരും നമ്മുടെ മക്കൾ തന്നെയാണ്. അല്ല, ഇവിടെ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഓർക്കേണ്ടത്, ഗിഡ്ഡമൂപ്പൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അയൽവാസിയായിട്ടൊരു മൂപ്പൻ ഉണ്ടായിരുന്നു. ഓ, എന്തൊരു അഭിമാനം ആ മനുഷ്യനെ ഓർക്കാൻ. ഊര് ഇവിടുന്ന് വളരെ അകലെയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ കൃഷിസ്ഥലം നമ്മളുടെ അയൽവക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിരാണ്, തൊട്ടതിര്. അദ്ദേഹം രാവിലെ ഇങ്ങോട്ട് വരും, വന്നു കഴിഞ്ഞാൽ കൃഷിഭൂമിയിൽ വന്നൊരു ഉച്ച വരെ പണിയും കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ഒരു സമ്പ്രദായമുള്ള മനുഷ്യനാണ്. അവിടെ എന്തെങ്കിലും വിശേഷമായിട്ടുള്ള ഉണ്ടെങ്കിൽ, ആ കൃഷി ചെയ്ത് എന്തെങ്കിലും വിശേഷമായിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ പുള്ളി അതിവിടെ കൊണ്ടുതരും. അപ്പം നമ്മുടെ ഒക്കെ ഒരു നാട്ടുനടപ്പ് അനുസരിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാൾ സാധനം തരുമ്പോൾ നമ്മളും അതുപോലെ തന്നെ നമ്മുടെ കൃഷിഭൂമിയിലുണ്ടാകുന്ന വിശേഷപ്പെട്ട സാധനങ്ങൾ പുള്ളിക്ക് തിരിച്ചു കൊടുക്കുന്നൊരു സമ്പ്രദായം പണ്ട് മുതൽ ഞങ്ങളുടെയൊക്കെ ഒരു ഇതിലുണ്ട്. പക്ഷേ ഗഡ്ഡമൂപ്പനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാ വെച്ചാൽ അദ്ദേഹം ഇങ്ങോട്ട് തരും. അപ്പോൾ എന്തെങ്കിലും നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് കൊടുക്കാം എന്ന് വിചാരിക്കുമ്പം വേണ ഷമീൻ എന്ന് പറഞ്ഞാൽ വേണ്ട സമീൻ, അത് വേണ്ട, ഒന്നും ഇങ്ങനെ കാണിക്കും. അത് ഭയങ്കര അങ്ങേർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കേസ് നടത്തിയിരുന്നു. അപ്പോൾ അതിനു വേണ്ടി മണ്ണാർക്കാട് കോടതിയിൽ പോകണം. പോകുന്ന സമയത്ത് ഇവിടുന്ന് രാവിലെ പോകണം, 11 മണിക്ക് അവിടെ ചെല്ലണം. അതുകൊണ്ട് അന്ന് ബസ് സൗകര്യമൊക്കെ വളരെ കുറവുള്ള സമയത്താണ്. ഇവിടുന്ന് ബസ്സിന് പോകണം. അപ്പോൾ ഇവിടുന്ന് കയറുമ്പോൾ തന്നെ ഇങ്ങനെ മടിയിൽ പൈസ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാവും. പോകുമ്പോൾ തന്നെ ഈ പൈസ പുള്ളിയുടെ വണ്ടിക്കൂലിക്കുള്ള പൈസ തന്നിരിക്കും. ഇത് വേണ്ട, നമ്മളെ എടുത്തോളാം എന്ന് പറഞ്ഞാൽ അത് വേണ്ട, പുള്ളി പൈസ മേടിക്കില്ല. അതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേറെ ഒരു സ്ഥലത്തുനിന്നും ആഹാരം കഴിക്കില്ല, ഒരു സാധനം കഴിക്കില്ല. നമ്മളിവിടുന്ന് അതിരാവിലെ പോകണം, 11 മണിക്ക് കോടതിയും കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് വരാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടെ വരുന്നയാൾ ഭക്ഷണം ഇങ്ങനെ വെളിയിൽ നിന്ന് കഴിക്കാത്തതുകൊണ്ട് നമുക്കും കഴിക്കാൻ പറ്റില്ല. അപ്പം ഇനി എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സ്വീകരിക്കില്ല. കാരണം അങ്ങേർക്ക് അത്ര, ഇത് നമ്മളോട് മാത്രമല്ല, പുള്ളി ആരോടും ഒന്നും മേടിക്കാത്തൊരു മനുഷ്യനായിരുന്നു. അത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അന്നത്തെ ആദിവാസി സമൂഹത്തിൽ തൻ്റെ ഇടമുള്ള ജീവിക്കാനായിട്ട് ആത്മവിശ്വാസമുള്ളൊരു മനുഷ്യനെ ഞങ്ങൾ കണ്ടത് അങ്ങനെയാണ്. അതുപോലെയുള്ള കുറേ പേരുണ്ടായിരുന്നു, പക്ഷേ ഇത് വളരെ ശക്തമായിരുന്നു. അല്ല, അന്ന് മിക്കവരും അങ്ങനെ തന്നെയായിരുന്നു. അന്നത്തെ പ്രായമുള്ള ആളുകൾ നമ്മൾ വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തരാതെ വിടുകയില്ല. അത്രയ്ക്കൊരു കോട്ടമല സ്കൂള് ഇരിക്കുന്ന, അതെ, സ്കൂളിന്റെ ഭൂമി കൊടുത്ത ഒരു ആളെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാം. ആദിവാസി മൂപ്പനാണ്, ചുണ്ടവള ഊരിലൊരു ആദിവാസി മൂപ്പനാണ്. അദ്ദേഹത്തിന്റെ സ്ഥലം കൊടുത്തുള്ള രേഖ ഇപ്പോഴും അവിടെ ഉണ്ട്. ഇവിടെ അതേ സമയത്ത് ഈ സ്കൂള് വരുന്നത് ഇവിടെ മറ്റ് മലയാളികളും തമിഴരും ഒക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് സ്കൂൾ വരുന്നത്, അല്ലെങ്കിൽ അവരുടെ മുൻകൈയിലാണ് വന്നത്. സ്കൂൾ എന്താണ്, അതിൻ്റെ പ്രയോജനം എന്താണെന്ന് അറിയില്ലാത്തൊരു ആദിവാസി സമൂഹത്തിൽ നിന്ന് അവിടുത്തെ ഒരു മൂപ്പനാണ് സ്ഥലം കൊടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു സമൂഹത്തിൽ നിന്ന് ആ മൂപ്പൻ അവസാനം ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും ഉച്ചക്കഞ്ഞിയല്ല, അന്ന് ഉപ്പുമാവ് മേടിക്കാൻ ഇലയും കൊണ്ട് വന്നിരിക്കുന്ന ക്യൂവിലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അത്രയും അവരുടെ നിലവാരം താഴേക്ക് പോകുന്നു. സാമ്പത്തിക നിലവാരം, അഭിമാനവും പോലും പോയി. കാരണം ഇതൊന്നും ഒരു നല്ല രീതിയല്ല. ഇന്നീ കാണിക്കുന്ന നമ്മൾ അവർക്ക് കൊടുക്കുന്ന സൗജന്യങ്ങൾ വേണ്ട എന്ന് നമ്മൾ പറയില്ല, അതൊക്കെ നമുക്ക് ചെയ്യാം. സൗജന്യം ആയിരുന്നില്ല വേണ്ടത്, ആത്മാഭിമാനത്തോടു കൂടി തുടരാനുള്ള, അതിനു വേണ്ടി കൊടുക്കുന്ന വേണേലാകാം എന്നല്ലാതെ ആദിവാസി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക രീതിയിൽ കാണരുതായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് എല്ലാവരെയും പോലെ കാണാൻ. പിന്നെ ഭാഷയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സ്കൂൾ നടത്തിയിരുന്ന സമയത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇവിടെ വരുന്നുണ്ട്. അവർക്ക് ഭാഷയുടേതായ ഇങ്ങനെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ കുട്ടികളോടും ഇരുള ഭാഷ പഠിച്ചിരിക്കണം. അവർ ഇരുള ഭാഷ അറിയാവുന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു. ഇരുള ഭാഷ നിർബന്ധമായിട്ടും എല്ലാവരും പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിനോട് ബഹുമാനമുണ്ട് മലയാളികൾക്ക്, മലയാളത്തിനോടും ഇംഗ്ലീഷിനോടും ബഹുമാനമുണ്ട് ഇരുള ഭാഷ പറയുന്ന കുട്ടികൾക്ക്. അതേസമയം ഇരുള ഭാഷയോട് ഈ രണ്ടു കൂട്ടർക്കും ഒരു ബഹുമാനമില്ല. അപ്പോൾ അത് മാറ്റണം എന്നുള്ളത് കാരണം ലിപിയില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താ പ്രയോജനം, ലിപിയില്ലെന്ന്. അപ്പം നമ്മൾ ഇവിടെ ചെയ്ത ഒരു കാര്യം, മൊത്തം 55 കുട്ടികളുണ്ടായിരുന്നു ആ കാലത്ത്. ഈ കുട്ടികളെ മുഴുവൻ പേരെയും ഈ ഒരു കഥ ഉണ്ടാക്കുക. ഇവിടെ നമ്മൾ തന്നെയാണ് കഥ ഉണ്ടാക്കുന്നത്. ആ കഥ ഉണ്ടാക്കിയിട്ട് ഇരുള ഭാഷയിലേക്ക് അത് മൊഴിമാറ്റം നടത്തും. എന്നിട്ട് അത് എഴുതാൻ ചില ഇപ്പോൾ എന്നൊക്കെ ഉള്ള ഒരു ഉച്ചാരണമുണ്ട്.
എന്നുള്ളത് ഇംഗ്ലീഷുകാർക്കുണ്ട്, അത് മലയാളത്തിലില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇംഗ്ലീഷിൽ നിന്നൊരു ശകലം കടം എടുത്തിട്ട് അതിനൊരു ചെറിയ അടയാളം കൊടുക്കും. അപ്പോൾ എന്നുള്ള ഉച്ചാരണം കിട്ടി. അങ്ങനെ മാറ്റം വരുത്തി കഥകളെല്ലാം മലയാളത്തിലും ഈ ഇരള ഭാഷയിലും ആക്കിയാണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും എല്ലാ ഭാഷയും പഠിക്കണം, എല്ലാ ഭാഷയും ബഹുമാനിക്കണം എന്നുള്ളത് ആക്കി. പ്രദേശത്തുള്ള ഭാഷകൾ, എല്ലാ ഭാഷ എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്തുള്ള എല്ലാ ഭാഷകളും ഉപയോഗിക്കുന്നുണ്ടല്ലോ ഗുണം. ഒന്നാമത് ആ ഭാഷ അത്രയും മെച്ചമായതുകൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നതെന്നുള്ളൊരു ധാരണ ആ ഭാഷ സംസാരിക്കുന്നവർക്കുണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ഒരു ആത്മാഭിമാനം ഉണ്ടാവും, നമ്മുടെ ഭാഷയും മോശമല്ല, നമ്മുടെ സംസ്കാരവും മോശമല്ല. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ പരസ്പരം ഉണ്ടാകുമ്പോഴാണ് ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് സഹകരണത്തിലും സന്തോഷത്തിലും ജീവിക്കാനായിട്ട് പറ്റുക. ഈ വൈവിധ്യം നമ്മൾ അംഗീകരിക്കാതെ വരുന്നിടത്ത് ഉണ്ടാകുന്ന ഒരു തകരാറാണ്. ഇരള ഭാഷ അവിടെ നിലനിൽക്കണം, കുറുമ്പ ഭാഷ നിലനിൽക്കണം, അതുപോലെ തമിഴ് നിലനിൽക്കണം, മലയാളം നിലനിൽക്കണം. ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഒരു പൂന്തോട്ടത്തിൽ വിവിധ തരത്തിലുള്ള പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് പോലെയുള്ള സൗന്ദര്യം ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ അത്രയ്ക്കും ഒരു സഹകരണം ഉണ്ടാകണമെങ്കിൽ ഇതിനെയൊക്കെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇതങ്ങനെയല്ല, എൻ്റെ ഭാഷയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഭാഷ, വേറെ ലോകത്തിലൊന്നുമില്ല, എൻ്റേതാണ് എല്ലാം എന്നുള്ള ആ ഒരു മനസ്ഥിതി നമ്മൾ വിടുന്നില്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു മരിക്കാനായിട്ട് കഴിയില്ല. സാരംഗിൽ എത്തിയിട്ടുള്ള സന്ദർശകരിൽ നിന്നോ വോളണ്ടിയേഴ്സിൽ നിന്നോ മോശം അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളേറെ ഈ ഒരു നാണയത്തിൻ്റെ രണ്ട് വശം എന്ന് പറഞ്ഞ രീതിയിൽ വളരെ 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 നല്ല അനുഭവങ്ങൾ, നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു പ്രചോദനം കിട്ടത്തക്ക വിധമുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുള്ള ധാരാളം പേരുണ്ട്, മലയാളികൾ തന്നെ. അതിനെല്ലാം നിഷ്പ്രഭമാക്കത്തക്ക വിധം നമ്മളോട് വളരെ 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 മോശമായിട്ട് പെരുമാറിയിട്ടുള്ളവരുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ അനുഭവത്തിൽ ഉണ്ടെന്ന് ചുരുക്കം. ഇത് ഞങ്ങൾ ഈ ദുരനുഭവങ്ങൾ സത്യത്തിൽ മറക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അത് നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ നല്ല കാര്യങ്ങൾ അതിന് മങ്ങലേൽക്കുമോ നമുക്ക് പേടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും അതൊക്കെ വിട്ടുകളയാണ് ചെയ്യുന്നത്, കാലത്തിന് വിട്ടുകൊടുക്കുകയാണ്. നമ്മുടെ ഇതിൻ്റെ വില്ലന്മാർ എന്നുള്ള നിലയ്ക്ക് ആയിപ്പോയ ചില ആളുകളുണ്ട്. ഇവിടെ സാമ്പത്തിക തിരിമറിയുണ്ട് എന്നൊക്കെ പ്രചരണം കൊടുത്ത ആളുകൾ വരെയുണ്ട്. സ്കൂൾ നടന്നുകൊണ്ടിരുന്ന സമയത്തൊക്കെ വളരെ വൃത്തികെട്ട രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ആളുകളെ സ്വർഗമാണ് എന്ന് ഇപ്പോൾ ഇത് വീഡിയോകൾ കാണുന്ന ആളുകൾ ധാരാളം പേര് സ്വർഗമാണ് അവിടെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സ്വർഗം നമ്മുടെ മനസ്സും കൂടെ കൂടുമ്പോഴാണ് ആസ്വദിച്ച് ചെയ്യാൻ കഴിയണം. നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും ആസ്വദിച്ച് ചെയ്യാൻ കഴിയണം. അതുപോലെയാണ് ഓരോ പണിയും. മുറ്റം അടിക്കുന്നത് അത്ര ആസ്വാദ്യകരം എന്ന് പറയാൻ പറ്റില്ല. റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ചിലർക്ക് പാത്രം കഴുകുന്നത് ആസ്വാദ്യകരം ഒന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അത് ആസ്വദിക്കുന്ന ആളുകളില്ലേ, ഞങ്ങളൊക്കെ അത് ആസ്വദിക്കുക ചെയ്യുന്നത്. പക്ഷേ ലക്ഷ്യബോധം അതാണ്, നല്ല ഒരു വലിയ ശക്തമായ ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് വിഷയമായിരിക്കും. അങ്ങനെയാണ് സ്വർഗം ഉണ്ടാക്കാൻ പറ്റുന്നത്, നരകം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇത് രണ്ടും നമുക്ക് ഇവിടെ തന്നെയുണ്ട്, നമ്മുടെ കയ്യിലുണ്ട് സ്വർഗവും നരകവും, അല്ലെ നമ്മുടെ മനസ്സിലുണ്ട് സ്വർഗവും നരകവും. അത് നമ്മൾ സ്വർഗത്തിൽ ജീവിക്കണോ നരകത്തിൽ ജീവിക്കണോ തീരുമാനിക്കാനുള്ളത് ഉള്ള അവകാശമോ അറിവോ അതൊക്കെ നമുക്കുണ്ട്. നമ്മളെല്ലാവരും സ്വന്തമായിട്ട് ഒരു സ്വർഗം ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗം ഉണ്ടായി വരും. മറിച്ച് നമുക്ക് നരകം മതി, സ്വർഗം ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നരകത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. എന്ത് പ്രശ്നത്തെയും നരകവൽക്കരിക്കുക, നഗരമല്ല നരകവൽക്കരിക്കുന്ന ആ ഒരു രീതിയുള്ളവരുണ്ട്. അവർ എവിടെ പോയി കഴിഞ്ഞാലും അവർ നരകമേ ഉണ്ടാക്കും, അത് അവരറിയുന്നില്ല. പക്ഷേ അങ്ങനത്തെ ഉള്ള കുറേ പ്രശ്നങ്ങൾ നമ്മളെ കുറച്ചു കാലത്തേക്കെങ്കിലും വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് ഓർക്കാൻ ഇഷ്ടമല്ലായിരുന്നു. ഒരു ചോദ്യത്തിന് മറുപടി എന്നോണം പറയേണ്ടി വന്നു. സ്വെറ്ററാണ്. ഇത്രയും നേരെ നമ്മൾ വളരെ ഗൗരവമുള്ള രാഷ്ട്രീയ വിഷയങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത്. ഇതും രാഷ്ട്രീയം തന്നെയാണ്, എങ്കിൽ പക്ഷേ വളരെ വളരെ കനം കുറഞ്ഞ രാഷ്ട്രീയമാണ്. ചോദ്യം എന്താ അറിയോ, മുത്തശ്ശൻ്റെ ബാഗിൽ അത് എനിക്ക് തോന്നുന്നു കുറേ കാലമായിട്ട് വരുന്ന ചോദ്യമാണ്. കുറേ കാലമായിട്ട് ആളുകൾക്ക് വളരെ കൗതുകമുള്ള ഒരു ചോദ്യമാണ്. മുത്തശ്ശൻ്റെ ബാഗിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശൻ്റെ ബാഗിൽ കൂടുതലൊന്നുമില്ല.
എന്താ ഇതേ ഉള്ളൂ സാധനം. ഇതേത് സമയം നമ്മുടെ കയ്യിൽ വേണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലം അതാണ്. ഏത് സമയം നമുക്ക് ഒരു കോള് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മളത് എടുക്കുന്നില്ല. നമ്മൾ വീട്ടിൽ വെച്ചിട്ടാണ് ഫോൺ, അവിടെ വീട്ടിൽ വെച്ചിട്ട് വരികയാണെങ്കിൽ ചില ദിവസങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് ആരെങ്കിലും വിളിച്ചോണ്ടിരിക്കുന്നുണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ അതൊന്നുമല്ല. ഇതിങ്ങനെ ഒരാഭരണം പോലെ, അല്ല ഒരവയവം പോലെ, ആഭരണം പോലെയല്ല, ഒരവയവം പോലെ ഇതിങ്ങനെ കിടക്കാൻ വേറൊരു കാരണമുണ്ട്. അല്ല, അത് ആ കാരണത്തിന്റെ അടിസ്ഥാന കാരണം ഇതാണ്. കോളുകൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളതിന് മറുപടി കൊടുക്കുന്നില്ല എങ്കിൽ അവരെ നമ്മൾ കാര്യമായിട്ട് പരിഗണിച്ചില്ല എന്ന് വരും. ചിലതൊക്കെ വളരെ അത്യാവശ്യമുള്ള വിളികൾ വരും. അപ്പം അതുകൊണ്ട് ഇത് കൊണ്ടു നടക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് കൊണ്ടു നടക്കുന്നത് പോക്കറ്റിലായിരുന്നു. ഒരിക്കലൊരു സംഭവം ഉണ്ടായി. അതാണ് ഇദ്ദേഹം സൂചിപ്പിച്ചത്. ഒരിക്കൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പറയട്ടെ, പണി ചെയ്യുമ്പോൾ ഈ ഫോൺ അല്ല, ഈ സഞ്ചി അല്ല ഉപയോഗിക്കുക. ഈ സഞ്ചിയാണ് ഈ പണി ചെയ്യുമ്പോൾ ഉപയോഗിക്കുക. കാരണം ഇത് മുഷിഞ്ഞാൽ തന്നെ അത് പണ്ട് കറുപ്പായിരുന്നു, അറിയില്ല. അപ്പൊ ഇത് വാങ്ങിയപ്പോൾ അത് കറുപ്പായിരുന്നു. ഇതിലേക്ക് വരാനൊരു കാരണം പോക്കറ്റിൽ ഫോൺ ഇട്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ വേലിയുടെ പണിക്കാണോ വീടുണ്ടാക്കുമ്പോഴാണോ വേലിയുടെ പണിക്കാണ് കുഴി കുത്താനായിട്ട് ഇരുമ്പ് കമ്പിയും കൊണ്ടാണ് നമ്മൾ കുത്തുന്നത്. അപ്പോൾ ആ കുത്തിക്കൊണ്ടിരുന്ന സമയത്ത് കുത്തിന്റെ കുനിഞ്ഞു നിന്ന് കുത്തി പോക്കറ്റിൽ നിന്ന് ഫോൺ തെറിച്ച് അകത്തേക്ക് പോയി. അകത്തേക്ക് ഫോൺ വീഴുകയും കുത്തുക ഒന്നിച്ച്. ഇപ്പൊ ഫോണിലേക്കാണ് കുത്തുകൊണ്ടത്. ഇങ്ങനെ ഇരുന്ന ഫോൺ ഇങ്ങനെയായി. പക്ഷേ അന്ന് ചെറിയ ഫോണായിരുന്നു, ഇത്രയുള്ള ഒരു ചെറിയ ഫോണായിരുന്നു. ആ ഫോണ് നമുക്ക് മനസ്സിലായത് ആ ഫോൺ കല്ലെ വെച്ച് ഇടിച്ച് വെച്ചാൽ പോലും ഒന്നും പറ്റുകയില്ല. ഭാഗ്യത്തിന് അതെ, നമ്മൾ വിചാരിച്ചത് 2 കഷ്ണമായി എന്ന് വിചാരിച്ചു. പക്ഷെ എടുത്തു നോക്കുമ്പോൾ ഇങ്ങനെ ആയതേ ഉള്ളൂ, ഒരു ഷേപ്പ് മാറിയതേ ഉള്ളൂ. അത് പിന്നെ അത് പണി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ ഇതാണ് പ്രശ്നം. നമ്മളുടെ ജീവിതം മുഴുവൻ അങ്ങനെയാണ്. ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പരിഹാരം എന്ത് എന്ന് അന്വേഷിച്ച് മുമ്പോട്ട് പോവുക. അങ്ങനെയാണ് സാരംഗ് ഇത്രയും ആയത്. അപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം നമ്മൾ അങ്ങനെ കൊണ്ടു നടന്നതിലാണ് പോക്കറ്റിൽ ഫോൺ കൊണ്ടു നടക്കുന്ന സുരക്ഷ. അതിനുശേഷം അന്നത്തെ ഈ കുഴിയോട് കൂടി അടുത്ത ദിവസം തന്നെ ഇത് ഒരു സഞ്ചി സംഘടിപ്പിച്ചു. അന്ന് മുതൽ ആ സഞ്ചി അത് ഇങ്ങനെ ക്രോസ് ബെൽറ്റ് പോലെ കാരണം ഊരി പോയില്ലല്ലോ, ഒരു സൈഡിലാണെങ്കിൽ ചിലപ്പോൾ ഊരി പോയി. ഇതിങ്ങനെ ക്രോസ് ബെൽറ്റ് പോലെ ഇട്ടുകൊണ്ടാണ് സ്ഥിരമായിട്ട് കിടക്കുക. ഇനി വേറൊന്നുകൂടെ പറയാം. ഈ മുത്തച്ഛൻ ചില സമയത്തല്ല, എല്ലാ ദിവസവും രാത്രി പന്നികാവലിന് പോകും. ഞങ്ങൾ മാറി മാറി പോകാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം പോയി കഴിഞ്ഞാൽ ഈ ഹെഡ് ടോർച്ച് എന്ന് പറയുന്നത് അത് വെച്ചുകൊണ്ടാണ് പോകുന്നത്. തലയിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാവും. അത് വെച്ചിട്ട് ഭയങ്കര സൗകര്യമാണെന്ന് പറയുന്നത്. മറ്റേ 2 കൈ വീശിപ്പാൻ വേണമെങ്കിൽ ഒരു വാക്കത്തി കരുതാം. കാരണം വന്യമൃഗങ്ങളൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ നല്ല മൂർച്ചയുള്ള വാക്കത്തിയൊക്കെ പിടിച്ച് ഇങ്ങനെ പോകും രാത്രിയിലെ ഉറക്കത്തിൽ എഴുന്നേറ്റ്. രാത്രിയില്ലേ, അപ്പോൾ പോയി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് വാക്കത്തിയൊക്കെ എവിടെയെങ്കിലും കൊണ്ടുവച്ചു വന്ന് കിടക്കും. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം നല്ല ലൈറ്റ്. അത് തിരിച്ചു വരുമ്പോഴേ ഇത് ഈ അവയവമായിപ്പോയി. രാത്രിയിൽ ഇദ്ദേഹത്തിന് ഇത് അവയവമാണ്, അതുകൊണ്ട് മാറ്റമില്ല. അവിടെ അങ്ങനെ വന്ന് കിടന്നു. പിന്നെ ഞാൻ ഓഫ് ചെയ്യും ഇടയ്ക്ക്. അപ്പം അതാരും കാണാത്തതുകൊണ്ടാണ് ആ ഒരു ചോദ്യം വരാത്തത്. ഇത് എല്ലാവരും കാണുന്നു. ഈ മുത്തശ്ശൻ്റെ ബാഗിൽ എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം ചെയ്തോളൂ. അതിനകത്ത് ഒരു ഫോണാണ്, വേറൊന്നും ഉണ്ടാവില്ല. ഞാൻ വായിക്കാം നല്ല. അപ്പോൾ ഇത് വലിയ ചോദ്യമായതുകൊണ്ട് നമുക്ക് ഒരറ്റം മുതൽ തുടങ്ങാം അല്ലേ? എല്ലാ ടൗൺ സൗകര്യങ്ങളും ഇട്ടെറിഞ്ഞ് സർക്കാർ ജോലി പോലും വേണ്ടെന്ന് വെച്ച് വെള്ളം പോലും കിട്ടാത്ത ആ ഒറ്റാൽ മരം മാത്രമുള്ള ഒരു മൊട്ടക്കുന്ന് അധ്വാനിച്ച് കിളച്ച് മെതിച്ച് ഒടുവിൽ അതിനെ പാലൂട്ടി തേനൂട്ടി വളർത്തി മെരുക്കി ഇന്ന് കാണുന്ന സാരംഗ് എന്ന സ്വർഗം ആക്കി തീർത്തവരാണ് നിങ്ങൾ. അതാണ് ഒരു വസ്തുത പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുകയാണ്. എങ്കിലും ഒരു കൗതുകം കൊണ്ട് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ആണ് ചോദ്യങ്ങൾ. അപ്പം ഇവിടെ ഒരു വസ്തുതാപരമായി ഒത്തിരി തെറ്റുണ്ട്. അത് നമ്മൾ തിരുത്തണം. കാരണം വസ്തുതാപരമായി തെറ്റ് ആളുകൾക്കുണ്ടാകുന്നത് ന്യായമാണ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കേട്ടുകേഴ്വി കഥ ഒരുപാടുണ്ട്. സാരംഗിനെ സംബന്ധിച്ച് ഒരുപാട് കേട്ടുകേഴ്വി കഥകളുണ്ട്. വളരെ ബോധപൂർവവും അല്ലാതെയും ഉണ്ടാക്കി തീർത്ത കുറേ കഥകളുണ്ട്. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് ഒരു കൊലപാതകം കഴിഞ്ഞ് ആ കത്തി ഇവിടെ വന്ന് കഴുകുന്നത് കണ്ട ഒരാൾ
ഇവിടേക്ക് വന്ന സന്ദർശകർ ഒരു സംഘം ആളുകൾ പാലായിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഒരു സംഘം ഇവിടെ വന്നു. അവരോട് അങ്ങനെ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ചിറ്റൂർ ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ ഞങ്ങൾ ഉദ്യോഗസ്ഥരാണ്, അന്നിവിടെ ഉദ്യോഗസ്ഥരാണ്. സർക്കാർ ഉദ്യോഗം കിട്ടുന്നതിനുള്ള ചില വഴികളൊക്കെ ഉണ്ടല്ലോ. അതിനകത്ത് ഇങ്ങനെ ഒരാൾ വയനാട്ടിൽ നിന്ന് കൊലപാതകം കഴിഞ്ഞ് ഇവിടെ വന്ന് കത്തി ഇവിടെ വന്ന് കഴുകുന്നത് കണ്ടത്. വയനാട് ഇവിടെ ഇതൊന്നും ആലോചിക്കാതെ തന്നെ ഇതൊക്കെ വിശ്വസിച്ച ആളുകൾ ധാരാളം ഉണ്ട്. അതൊക്കെ പോട്ടെ, അതുപോലെ ഒരുപാട് കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. DYSP തലത്തിൽ ഒരു അന്വേഷണം നടത്തിയിരുന്നു ഒരിക്കൽ ഞങ്ങളെ സംബന്ധിച്ച്. അതിനകത്ത് പറയുന്നത് ഇവിടെ ഒരു ഹെലിപ്പാഡ് ഉണ്ട്, അതൊരു പരാതിയായിട്ട് ചെന്നിട്ടുണ്ട്. പരാതി കൊടുത്തിരിക്കുന്ന അധ്യാപക സംഘടനയാണ് താനും. അപ്പോൾ അത് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അധ്യാപക സംഘടനയുടെ ഒരു പരാതി അനുസരിച്ച് DYSP തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്ന് അന്വേഷിച്ചിട്ടുണ്ട്. ഹെലിപ്പാഡുണ്ട്, റഡാറുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു 80കളിലാണ്, ഇത്ര കാലമൊന്നും ആയിട്ടില്ല. അന്നൊക്കെ റഡാർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കുമൊക്കെ അറിയാമെന്ന് പോലും. ആ സമയത്ത് തന്നെ ഇവിടെ ഇതൊക്കെ ഉണ്ടെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ അങ്ങനെ ഒരുപാട് കെട്ടുകഥകൾ നമ്മളെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ 2 വ്യക്തികളെ ഇങ്ങനെ മഹത്വവൽക്കരിച്ചാണ് പലപ്പോഴും എഴുതി പോകുന്നത്. അത് എഴുതുന്ന ഒരു മാധ്യമങ്ങൾ എഴുതി പോകുന്നു. അപ്പോൾ അതായത് ഒരു ഗോപാലകൃഷ്ണൻ വിജയലക്ഷ്മിക്ക് മാത്രം ഇതൊക്കെ ചെയ്യാം, ഇതുപോലെ ഒരു കുന്നിൻ്റെ മണ്ടയിൽ കയറി താമസിക്കുക, അങ്ങനെയൊക്കെ അവർക്ക് ചെയ്യാം എന്നല്ലാതെ ഇത് എല്ലാവർക്കും സാധ്യമല്ല. പക്ഷേ അവർ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് എന്നുള്ള നിലയ്ക്ക് മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നേരത്തെ കുറേയൊക്കെ പറഞ്ഞു പോയതാണ്. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുള്ളത് കൊണ്ട് ഇങ്ങനൊരു ധാരണ ഈ എഴുതിയ അദ്ദേഹത്തിന് ഉണ്ടായിപ്പോയത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിനകത്ത് ഞങ്ങൾ തിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ചാനലുകൾ അല്ലെ മറ്റ് ആളുകൾ ഇൻ്റർവ്യൂവിന് വരട്ടെ അല്ല ഇൻ്റർവ്യൂ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് ഖണ്ഡിതമായിട്ട് പറയുന്നുണ്ട്. അത് വിഷമം ഉണ്ടാക്കുന്നുണ്ട്, പലർക്കും വിഷമമുണ്ട്. പക്ഷേ നമ്മൾക്കത് ചെയ്യേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. ഒരുപാട് തെറ്റിദ്ധാരണ. സത്യത്തിൽ ഞങ്ങൾ സാധാരണ മനുഷ്യന് വേണ്ടി സാധാരണ മനുഷ്യർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ സാധാരണ മനുഷ്യരാണ്, തീർച്ചയായിട്ടും സാധാരണ മനുഷ്യരാണ്. നമ്മൾ അതിനപ്പുറം ഒന്നും ആകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരിൽ നിന്നും അകറ്റി കൊണ്ടുപോകുന്ന തരത്തിലുള്ള ചില സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടായി പോകുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ എന്താണ് നമ്മൾ ചെയ്തത്? 45 കൊല്ലം ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? 45-47 വർഷമായി. അതെന്താണ്, നമ്മൾ എന്താണ് ചെയ്തത്? എന്തിനാണ് ഈ ജോലി രാജിവെച്ചത്? അതൊക്കെ ന്യായമായിട്ട് സംശയം വരും. ഒരാൾ കാത്തിരുന്ന് ഏതാണ്ട് സ്വർഗം കിട്ടിയെന്നുള്ള മാതിരിയാണ് നമ്മൾ ഒരു സർക്കാർ ജോലി കിട്ടുന്നതിനെ കാണുന്നത്. ഒരുപക്ഷെ ഞങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നിരിക്കാം. ആദ്യം ഈ അപ്പോയിൻമെൻറ്റ് ഓർഡറൊക്കെ കൈ കിട്ടുന്ന സമയത്ത് നമ്മൾ ശരിയാണ്, ഇനി ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, തന്നെയല്ല നാളെ നമ്മുടെ കയ്യിൽ കൂടെ ഒരുപാട് കുട്ടികൾ ഇറങ്ങിപ്പോകാൻ പോവുകയാണ്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന തരത്തിൽ കുട്ടികളിൽ മാറ്റം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്നു. സർക്കാർ തലത്തിൽ തന്നെ സർക്കാർ സർവീസിൽ ഒരു തൊഴിലാളിയായിട്ടിരുന്നുകൊണ്ട് തന്നെ നമുക്കങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാമെന്ന് സ്വപ്നം കണ്ടിട്ടുള്ളവരാണ് ഞങ്ങൾ. അവിടെ കുറേ പണികൾ ചെയ്തിട്ടുമുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഇങ്ങോട്ട് പോരാനായിട്ട് ഒരുപാട് കാരണം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിൽ എല്ലാ ടൗൺ സൗകര്യങ്ങളും ഇട്ടെറിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നേ വരെ ടൗണിൽ ജീവിച്ചിട്ടില്ല. ഒരു ടൗണിൽ ഞങ്ങൾ ജീവിച്ചിട്ടില്ല. വയനാട്ടിലായിരുന്നു ഞങ്ങൾ കാക്കവയൽ മുപ്പൈനാടെന്ന് പറഞ്ഞ ഗ്രാമത്തിൽ, എന്ന് വെച്ചാൽ ടൗണിൽ നിന്നാണ്, അമ്പലവയലാണ് ടൗണ്. അമ്പലവയലിൽ നിന്ന് ഒരു 6-7 കിലോമീറ്റർ ഉള്ളിലേക്ക് നടന്നു പോകണമായിരുന്നു ഞങ്ങൾ താമസിച്ച സ്ഥലം. അവിടുന്ന് അത് സ്കൂള്, അവിടുന്ന് ഞങ്ങൾ ഒരു 2 കിലോമീറ്റർ മാറി, അന്നൊന്നും വാഹന സൗകര്യം ഇല്ലാത്തൊരു ഇടമാണ്, അവിടെയാണ് അന്ന് ജീവിച്ചിട്ടുള്ളത്. പിന്നെ അഗളിയിൽ ഞങ്ങൾ ടൗണെന്നോ ഇന്നിപ്പോൾ ടൗൺ പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ വരുന്ന സമയത്ത് അതൊരു വലിയ ടൗൺ എന്ന് പറയത്തക്ക വിധത്തില്ല, കുറച്ച് കടകളും കുറച്ച് ഇതൊക്കെ ഉള്ളതാണ്. എന്നിട്ടും ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഞാൻ മാത്രമായിരുന്ന കുറച്ച് സമയം മാത്രം അഗളിയിൽ ടൗണിനോടടുത്ത് ഒരു ചെറിയ മുറിയിൽ താമസിച്ചിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറി നക്കപ്പതി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറി. അത് ഗ്രാമമാണ്, കുറച്ചുകൂടെ ഉള്ളേരിയയാണ്, അവിടേക്ക് മാറി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടാണ് വരുന്നത്. അവിടവും ടൗണല്ല, ഗ്രാമം തന്നെയാണ്. അതുകൊണ്ട് ടൗൺ ജീവിതം അത് വിട്ട് ഇറങ്ങിപ്പോകുന്നതാണ് ഞങ്ങൾ എന്ന് പറയുന്നത് ഒരു തെറ്റാണ്. നാളത്തെ തലമുറ എന്തായിരിക്കണമെന്നും എന്തായിരിക്കരുതെന്നും ഇന്നേ വിഭാവനം ചെയ്യാൻ കെൽപ്പുള്ളവരായിരിക്കണം, അതുപോലുള്ള ക്രാന്തദർശികളായിരിക്കണം അധ്യാപകരെന്നാണ് പൊതുവെ പറയുന്നത്. ഞങ്ങളത് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്.
അപ്പോൾ അധ്യാപകരിപ്പോൾ ഒരു ഗ്രാമപ്രദേശങ്ങളിലേക്ക് അധ്യാപകരെ നിയമിച്ചു കഴിഞ്ഞാൽ അവിടെ റോഡ് സൗകര്യമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, അല്ലെങ്കിൽ കക്കൂസില്ല, കുളിമുറിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എത്രയും പെട്ടെന്ന് സ്ഥലം മാറ്റം വാങ്ങി പോവാം. അങ്ങനെ പോകാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെയും ജീവിക്കുന്നത് മനുഷ്യരാണ്. ഭൂരിഭാഗം വരുന്ന മനുഷ്യർ അവിടെ ജീവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അട്ടപ്പാടി, വയനാട്. ഞങ്ങൾ അട്ടപ്പാടി, വയനാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ജോലി ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് നാദാപുരം ഗ്രാമം തന്നെയായിരുന്നു. അത് ഗ്രാമം എന്ന് പറഞ്ഞാൽ വളരെ ഉൾപ്രദേശമാണ്. യാതൊരു വാഹന സൗകര്യം ഇല്ലാത്തടത്ത് ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ജോലി ചെയ്യുമ്പോൾ അവിടെ എത്രയോ ആളുകൾ ജീവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് അവിടെ വിദ്യാലയങ്ങൾ. ആ വിദ്യാലയങ്ങളിലേക്ക് അവരുടെയും കൂടി നികുതി കാശ് മേടിച്ച് ശമ്പളം മേടിക്കുന്ന അധ്യാപകരാണ് പോകുന്നത്. അധ്യാപകർ മാത്രമല്ല, എല്ലാ ഉദ്യോഗസ്ഥരും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് സാധാരണക്കാരൻ്റെ കാശ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ ടൗണിലേക്ക് പോകണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ തകരാറാണ്. ഇതിനകത്ത് ഒരു വരിയുടെ ഉത്തരവേ ആയിട്ടുള്ളൂ. എല്ലാ ടൗൺ സൗകര്യങ്ങളും ഇട്ടെറിഞ്ഞ് എന്ന് പറഞ്ഞാൽ ടൗൺ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചാലല്ല ഇട്ടെറിയണ്ടു, അങ്ങനെയില്ല. രണ്ടാമത് സർക്കാർ ഇട്ടെറിഞ്ഞ് സർക്കാർ ജോലി പോലും വേണ്ടെന്ന് വെച്ച്, സർക്കാർ ജോലി പോലും വേണ്ടെന്ന് വെച്ചാൽ സർക്കാർ ജോലി നമ്മൾക്ക് ഇഷ്ടമായിരുന്നു, നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. സർക്കാർ സ്കൂളിൽ നമ്മൾ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന രീതി ആയിരുന്നില്ല. അതാണ് നേരത്തെ പറഞ്ഞത് ദ റിസൾട്ട് ഈസ് നോട്ട് ഓഫ് യുവർ കൺസേൺ എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. നമ്മുടെ നമ്മുടെ മേലുദ്യോഗസ്ഥൻ പറഞ്ഞു റിസൾട്ട് ഈസ് നോട്ട് ഓഫ് യുവർ കൺസേൺ. അതെ, അവർ അതിൻ്റെ മേലെയുള്ള ഉദ്യോഗസ്ഥനാണ് നമ്മളുടെ അടുത്ത് പറയുന്നത് റിസൾട്ട് ഈസ് നോട്ട് ഓഫ് യുവർ കൺസേൺ. തീർച്ചയായിട്ടും അധ്യാപകൻ്റെ കൺസേണിലാണ് വിദ്യാഭ്യാസം, അതിൻ്റെ റിസൾട്ട്. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും സാധാരണക്കാരുടെ മക്കളാണ്. അവർ നന്നാകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളെപ്പറ്റി പറയുമ്പോഴാണ് അവിടെ വ്യക്തമാക്കേണ്ടത്. അതായത് സർക്കാർ സ്കൂളിൽ വന്നിരിക്കുന്നത് സാധാരണക്കാരായ മക്കളാണ്. അവരെയാണ് ഞങ്ങളെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അധ്യാപകർ പഠിപ്പിക്കുന്നത് അവരെയാണ്. അതാണ് അതിൻ്റെ അത് ഈ സർക്കാർ സ്കൂളിലേക്ക് നിയമനം കിട്ടുന്നത് ഏറ്റവും നല്ല മാർക്കോട് കൂടി നല്ല രീതിയിൽ പഠിച്ചൊക്കെ വന്നവരെ, നല്ല ട്രെയിനിങ് കിട്ടിയവരെയൊക്കെയാണ് ഈ സർക്കാർ സ്കൂളിൽ കൊണ്ട് വിടുന്നത്. അപ്പോൾ ഞങ്ങൾ ആ അധ്യാപകർ വെറും രാഷ്ട്രീയം കളിച്ചോ അല്ലെങ്കിൽ ഞങ്ങളുടെ ശമ്പളത്തിന് വേണ്ടിയിട്ടോ മാത്രം നിൽക്കുമ്പോൾ ഇവിടെ തകർന്നു പോകുന്നത് ഒരു തലമുറയാണ്. വെറുതെ ഇത് കളിയല്ല. അതിന് ആ കുട്ടികൾ അങ്ങനെ ആയിപ്പോയി, എന്തെങ്കിലും കാരണമാകട്ടെ, ആ കുട്ടികൾ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ആ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ഇന്ന വഴികൾ ഞങ്ങൾ ചെയ്തോളാം, അതിനുവേണ്ടി ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞൊരു കത്തെഴുതിയതിൻ്റെ മറുപടിയാണ് നിങ്ങൾ സ്കൂളിൽ വരിക, പോവുക എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. ദി റിസൾട്ട് ഈസ് നോട്ട് ഓഫ് യുവർ കൺസേൺ. ആ കടലാസ് ഞങ്ങളുടെ കയ്യിലുണ്ട്, അതിൻ്റെ കോപ്പി. അതിൻ്റെ ഒരു കോപ്പി ഞങ്ങൾ സ്കൂളിൽ വെച്ചിട്ടുണ്ട്, ഒരു കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഒരു തരം യുദ്ധം ചെയ്യേണ്ടി വന്നു. സർക്കാർ സ്കൂളിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ രാജിവെക്കുന്നത് എന്തുകൊണ്ടാണെന്നും എന്തായിരുന്നു ആ രാജിക്കത്തെന്നും നമ്മുടെ ആ പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചിട്ട് ആരെങ്കിലും വായിച്ചിട്ടുള്ളതിൽ അവർക്ക് മനസ്സിലാവും. വിദ്യാഭ്യാസ വകുപ്പാണ്, വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് വിദ്യാഭ്യാസ വകുപ്പാണ്, ഇത് വിദ്യാഭ്യാസം അല്ല എന്നുള്ള ആ രീതിയിലാണ് നമ്മൾ രാജിക്കത്ത് എഴുതി കൊടുക്കുക വരെ ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഇറങ്ങിപ്പോകുന്നത്. അല്ലാണ്ട് പെട്ടെന്നൊരു തോന്നലുണ്ടായിട്ട് പോട്ടെ ഇനി അടുത്ത അതിനേക്കാളും വലിയൊരു പണി ഞാൻ ചെയ്ത് കളയാം, അല്ലെ അങ്ങനെ വലിയ കുറച്ചുകൂടെ കാശുണ്ടാക്കാവുന്ന, കുറച്ചുകൂടെ ആളുകൾ ഇഷ്ടപ്പെടുന്ന വേറെന്തെങ്കിലും പണി ചെയ്യാം എന്ന് വിചാരിച്ച് പോകുന്നതല്ല മോനെ. നമുക്ക് അല്ല, നമുക്ക് ആ ഒരു വിഷമമുണ്ട്. അങ്ങനെയല്ല, അങ്ങനെ ചിന്തിക്കരുത് ആരും. അല്ല, ഇപ്പോഴും നമ്മൾ അധ്യാപകരാണ്. ഇപ്പോഴാണ് ഞങ്ങൾ അധ്യാപകരാണ്. അതായത് സർക്കാർ ജോലി കളഞ്ഞിട്ട് പോരുക എന്ന് പറഞ്ഞാൽ അധ്യാപകരല്ലാതെ ആയില്ല. ഞങ്ങൾ അതിനേക്കാൾ സ്വതന്ത്രമായി അധ്യാപക വൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ടൊരു വിദ്യാലയം ഇല്ലാത്തതുകൊണ്ട് ആ വിദ്യാലയം ഉണ്ടാക്കി അതിലെ അധ്യാപകരായിട്ട് തുടർന്ന് പോകണമെന്ന് വിശ്വസിച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ അത്രയും ഭാഗത്തിൻ്റെ സർക്കാർ ജോലി പോലും വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ വേണ്ടെന്ന് വെച്ചത് നമ്മൾ വെറുതെ അല്ല എന്നുള്ളത് ഇപ്പം കാണുന്നവർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വെള്ളം പോലും കിട്ടാത്ത ആ ഒറ്റാൽമരം മാത്രമുള്ള ഒറ്റ ആൽമരമാണ് അത് അവിടെ. ഒറ്റയാൽമരം മാത്രമുള്ള ഒരു മൊട്ടക്കുന്ന് അധ്വാനിച്ച് കളച്ചു മെതിച്ച് ഒടുവിൽ അതിനെ പാലൂട്ടി തേനൂട്ടി വളർത്തി മെരുക്കി സാരംഗന്ന സ്വർഗമാക്കി തീർത്തവരാണ് നിങ്ങൾ. അതിനകത്ത് പ്രശ്നമുണ്ട്.
കാരണം വെള്ളം പോലും കിട്ടാത്ത സ്ഥലം നമ്മൾ തപ്പി നടക്കുക തന്നെയായിരുന്നു. അട്ടപ്പാടി മുഴുവനും ഞങ്ങൾ 2 മാസത്തോളം ഞങ്ങൾ സൈക്കിളിൽ യാത്ര ചെയ്തിട്ടാണ് വെള്ളമില്ലാത്ത വെറും സ്ഥലമല്ല, വെള്ളമില്ലാത്ത വാട്ടർ ഷെഡാണ്. വാട്ടർ ഷെഡ്, നീർമറി പ്രദേശം, വെറും ഒരു സ്ഥലമല്ല. വെള്ളമില്ലാത്ത സ്ഥലം ധാരാളമുണ്ട്. പക്ഷേ വെള്ളമില്ലാത്ത നീർമറി പ്രദേശം സംരക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെ വെള്ളമുണ്ടാകും എന്ന് ഒരു സംഘം ശാസ്ത്രജ്ഞർ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലം അന്വേഷിക്കുന്നത്. കാരണം ഈ പശ്ചിമഘട്ടം വെള്ളം ചുരത്തി കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിൻ്റെ ബാക്കി ഭാഗത്തേക്ക് വെള്ളം വരുള്ളൂ. എല്ലാ പുഴകളും ഈ പശ്ചിമഘട്ടത്തിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിക്കുന്നത്. അത് അങ്ങനെ ഉത്ഭവിക്കാൻ കാരണം ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വാട്ടർ ഷെഡുകളിൽ നിന്ന് വെള്ളം വരുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഒരു വലിയ വരൾച്ച ഉണ്ടായതിനെ തുടർന്ന് നീർമറി പ്രദേശം എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ ലഘൂകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമഘട്ട പ്രദേശത്ത് ഉറവുണ്ടാകുന്നതായ മലമടക്കുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പം അധ്യാപകരായിട്ട് പോലും ഈ ശാസ്ത്രജ്ഞന്മാർ ഇത് പറയുന്നിടം വരെ ഞങ്ങൾക്ക് ഇതേപ്പറ്റി അറിയില്ലായിരുന്നു. എല്ലാം ഉത്ഭവിക്കുന്നതും പശ്ചിമഘട്ടത്തിൽ നിന്നാണെന്നറിയാം. അതെന്തുകൊണ്ടോ അങ്ങനെ വരുന്നത് അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ഞങ്ങൾക്കന്ന് അറിയില്ല. അപ്പം ഞങ്ങൾ അന്തം വിട്ടുപോയി. നമ്മൾ ഒരു പുതിയ പാഠ്യപദ്ധതിയെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ട് നടക്കുന്ന കാലത്താണ് ഇങ്ങനെ ഒരു അറിവ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അത് പരീക്ഷിച്ച് നോക്കണം. ഇങ്ങനെ തകർന്നു പോയ ഒരു വാട്ടർ ഷെഡ് റീജനറേറ്റ് ചെയ്താൽ വീണ്ടും അവിടെ വെള്ളം ഉണ്ടാകുമോ എന്ന് ഞങ്ങൾ ഈ ശാസ്ത്രജ്ഞന്മാരോട് ചോദിക്കുകയാണ്. അവർ പറഞ്ഞു തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ 100 വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം, പക്ഷേ അത് റിസൾട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് നമ്മളുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിരിക്കണം. അത് നമ്മൾ ചെയ്തിരിക്കണം. ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും അതിൻ്റെ ഫലം നമ്മൾ അറിയണമല്ലോ. അധ്യാപകരായി നമ്മളത് ചെയ്യണമല്ലോ. കാരണം നാളെ വെള്ളം ഒരു പ്രശ്നമാകും. 43 വർഷം മുമ്പ് 45 വർഷം മുമ്പ് നമ്മൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ ഈ സ്ഥലം എടുക്കുന്നത്. 83-ലാണ് നമ്മൾ ഈ ഭൂമി എടുക്കുന്നത്. 83-ൻ്റെ തുടക്കത്തിൽ നമ്മൾ ഈ വിവരം അറിയുന്നു. അവസാനമായപ്പോഴേക്കും നമ്മൾ ഭൂമി എടുത്തു. ഈ തുടക്കത്തിൽ ഈ വിവരം അറിഞ്ഞ് ആ കാലത്ത് ഞങ്ങളൊരു 2 മാസം അവധിക്കാലം 2 മാസം അട്ടപ്പാടിയിലെ ഓരോ ചെറിയ വാട്ടർ ഷെഡുകളും പോയി കണ്ടു. കയ്യിലൊതുങ്ങാവുന്ന ചെറിയ ഒരു വാട്ടർ ഷെഡ് എന്നുള്ള നിലയ്ക്ക് അവസാനം കണ്ടെത്തിയതാണ് ഈ ഭൂമി. ഇവിടെ നമ്മൾ ആ ശാസ്ത്രജ്ഞരുടെയും കൂടെ സഹായത്തോടു കൂടിയാണ്. അതായത് നമുക്ക് സമ്പാദ്യമൊന്നുമില്ല. അങ്ങനെ അവരുടെയും കൂടെ പൈസ കൊണ്ടുകൂടാണ് നമ്മൾ ഈ ഭൂമി ആദ്യത്തെ ആദ്യത്തെ 1 ഏക്കർ സ്ഥലമാണ് ആദ്യം നമുക്ക് കിട്ടുന്നത്. ആ 1 ഏക്കർ സ്ഥലത്തിൻ്റെ പൈസ നമ്മൾ ആ തരത്തിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആണ് ഈ സ്ഥലം വാങ്ങുകയും പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് തുടങ്ങുകയും ചെയ്യുന്നത്. അല്ലാതെ ഇതൊരു ത്യാഗം എന്നുള്ള നിലയ്ക്ക് നമുക്കെന്നാൽ അങ്ങനെ ചെയ്ത് കളയാം എന്നൊന്നും വിചാരിച്ചല്ല. നമ്മൾ പഠിക്കേണ്ട, നാളെ കുട്ടികൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ വിദ്യാഭ്യാസത്തെ പറ്റി കൂടുതൽ ചിന്തിക്കുമ്പോൾ എന്തൊക്കെയാണ് കുട്ടികൾ പഠിച്ചിരിക്കേണ്ടത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഭക്ഷണം, വെള്ളം, വായു ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിനപ്പുറമേ ഉള്ളൂ വസ്ത്രം പോലും, പാർപ്പിടം പോലും അതിൻ്റെ അപ്പുറമേ ഉള്ളൂ. ഇതേതായാലും ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ പോലും ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾക്കുണ്ടായിരിക്കേണ്ട പല കാര്യങ്ങളും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത് തിരിച്ചു കൊണ്ടുവരാൻ മാർഗം ഉണ്ടാക്കണം എന്നുള്ളിടത്താണ് ഇത് തുടങ്ങുന്നത്. അങ്ങനെ ഇത് പറയാൻ ഒരു നല്ല കാരണമായതൊരു ഒരു കണക്കിന് വളരെ നന്നായിരിക്കുന്നു. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ള അടുത്ത ഭാഗങ്ങളിൽ അത് പൊതുവെ വന്നിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് ഒറ്റ ആൽമരം മാത്രമുള്ള ഒരു മൊട്ടക്കുന്ന് അധ്വാനിച്ച് കിളച്ച് മെതിച്ച് ഒടുവിൽ അതിനെ പാലൂട്ടി തേനൂട്ടി വളർത്തി മെരുക്കി ഇന്ന് കാണുന്ന സാരംഗ് എന്ന സ്വർഗമാക്കി തീർത്തവരാണ് നിങ്ങൾ. ഇത്രയൊന്നും സംഭവങ്ങൾ അതിൻ്റെ പിന്നിലില്ല. ഇങ്ങനെ നമ്മൾ പറയുമ്പോഴൊരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അത്രയും അധികം കഠിനമായി പ്രയത്നിച്ച് ഒരു മല മുഴുവനും മൊട്ടക്കുന്നായിട്ട് മറിച്ചിട്ട് അതൊന്നും ഈ സാക്ഷാൽ ഇതിൻ്റെ സൃഷ്ടാവ് വന്നാൽ പോലും അത് നടക്കില്ല. കാരണം ഇന്ന് ഇത്രയും ഒരു പ്രദേശത്ത് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ എളുപ്പമാണ്. അന്ന് വെള്ളമില്ലാത്ത കാലത്ത് ഇവിടെ ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളം ഇവിടുന്ന് ഒരു 500 മീറ്റർ താഴേക്ക് പോയിട്ട് അവിടുന്ന് ശിരുവാണി പുഴയെന്ന് തലച്ചുമടായിട്ട് കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെടുന്ന ഞങ്ങൾ ഇത്രയും സ്ഥലത്ത് മരത്തൈകൾ കിളച്ചു മറിച്ച് അതിനകത്ത് മരത്തൈകൾ വെച്ച് അതിനെ നനച്ച് വേനൽക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെക്കാൾ കൂടുതൽ വേനൽക്കാലം അന്ന് ദൈർഘ്യമുള്ള സമയമാണ്.
അപ്പോൾ അതുപോലെ വരണ്ടുണങ്ങി കിടക്കുന്ന സ്ഥലത്ത് ഇതിനെല്ലാത്തിനും ഈ ചെടികൾക്കെല്ലാം വെള്ളം കൊണ്ടുവന്ന് തലച്ചുമടാല കൊണ്ടുവന്ന് നമ്മൾ നനച്ച് വളർത്തി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആരെയെ കൊണ്ടും സാധിക്കില്ല. 1 ഏക്കർ സ്ഥലത്ത് പോലും സാധിക്കില്ല. അപ്പോൾ അത് ഈ പത്രക്കാർ മീഡിയാസ് ഇങ്ങനെ ഉണ്ടാക്കിയ ചില കെട്ടുകഥകളാണ്. അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നമ്മൾ ആകെ ചെയ്തത് ഈ സ്ഥലത്ത് നാക്ക് കൊണ്ട് വേലി കെട്ടി. ഇത്രയും പ്രദേശത്ത് കന്നുകാലി കയറാതെ. അന്ന് ആളുകളെ അന്നും ഇന്നും ഒക്കെ അത് ഇന്നിപ്പോൾ കന്നുകാലിയുടെ എണ്ണം കുറഞ്ഞു. അന്ന് ആടുമാടുകളെ ഇങ്ങനെ അഴിച്ചു വിടുകയാണ്. കാരണം കൃഷി ഒറ്റ പ്രാവശ്യമുള്ളൂ, വർഷത്തിലൊരിക്കലേ ഉള്ളൂ. ബാക്കിയുള്ള ഭാഗത്ത് വെറുതെ ഭൂമി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ എല്ലാവരുടെയും കന്നുകാലി കയറി മേയും. അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് പുറകിലാണ് കാട്ടുതീ. കാട്ടുതീ ഉണ്ടായിക്കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്ന സ്ഥലം അല്ലാത്ത സ്ഥലമൊക്കെ മൊത്തം കത്തിച്ച് വിടുകയാണ്. കാരണം ഇവിടെ ആരും വീട് വെച്ച് താമസിക്കുന്നില്ല. അന്നെല്ലാം ഊരുകളിലാണ് ആളുകൾ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാട്ടുതീയെ കന്നുകാലി പിന്നെ മനുഷ്യൻ കയറിയിട്ടൊന്നും വിറകൊന്നുമില്ല. എവിടെയെങ്കിലും ഒരു മരത്തിൻ്റെ അല്ല മറ്റേ മുളയുടെ കുറ്റി ഈ കാട്ടുതീയൊക്കെ കയറി കഴിഞ്ഞാൽ ശേഷിക്കുന്നത് കുറച്ച് ഉണക്ക കുറ്റികൾ കാണും. ഇതൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ടാണ് മനുഷ്യൻ കത്തിക്കുന്നത്. പിന്നെ എവിടെയെങ്കിലും ഒരു മരം എവിടെയെങ്കിലും മുളച്ച് വന്നു കഴിഞ്ഞാൽ അതും വെട്ടിക്കൊണ്ടു പോകും. അങ്ങനെ മനുഷ്യൻ പ്രവേശിക്കാതെ, മറ്റു മനുഷ്യർ പ്രവേശിക്കാതെ, കാട്ടുതീ കയറാതെ, ആടുമാടുകൾ കയറാതെ ഈ പ്രദേശം സംരക്ഷിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്ത പണി. വേലി ഈ പറഞ്ഞ പോലെ നാക്കുകൊണ്ടുള്ള വേലിയുള്ളൂ, അല്ലാണ്ട് വേലി കെട്ടാൻ പൈസ ഇല്ല. ഇതേവരെ വേലിയില്ല. അപ്പം നമ്മൾ ഈ മണ്ണ് നന്നാക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ മണ്ണ് എങ്ങനെയാണ് രൂപപ്പെട്ട് വരുന്നതെന്നുള്ളതിൻ്റെ ഒരു രൂപരേഖ ഞങ്ങൾക്കുണ്ട്. ഈ മസനോബു ഫുക്കോക്ക എന്ന് പറഞ്ഞ ഒരാളുടെ കൃഷി രീതിയെ പറ്റി, അങ്ങനെ ഒരു മൈക്രോ ബയോളജിസ്റ്റ് മറ്റുമാണ് ഇദ്ദേഹം. അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം ആണ് ജോലി രാജിവെച്ചിട്ട് കൃഷി തുടങ്ങി. മണ്ണ് ഇളക്കാതെ തന്നെ അങ്ങനെ കൃഷി ചെയ്തതായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ അതിന് മുമ്പ് തന്നെ സൂചിമുഖിയിൽ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത്. സൂചിമുഖി എന്ന് പറയുന്ന ഒരു കൊച്ചു മാസിക, അതിൽ നിന്നാണ് നമ്മളന്ന് അത്തരം അറിവുകൾ കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മളുടെ സുഹൃത്തുക്കൾ അത് കഴിഞ്ഞ് ആ പുസ്തകങ്ങൾ കിട്ടി. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇംഗ്ലീഷിലേക്കാക്കിയിരുന്നു, അത് മലയാളത്തിലേക്കാക്കി. അങ്ങനെ ഇത്തരം ആളുകളുടെ ആ ഒരു ബന്ധം കിട്ടിയിരുന്നു. ഇത് നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ രണ്ടുപേരും തെക്കുന്ന് വന്നവരാണ്. ഞങ്ങൾ കൃഷി കിളച്ചിളക്കി ചെയ്യുന്ന, ഉഴുതുമറിച്ച് ചെയ്യുന്ന ആളുകളുടെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ തന്നെയാണ്. ഞങ്ങളങ്ങനെ ചെയ്യുമായിരുന്നു. വയനാട്ടിൽ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ അറിവ് കിട്ടിയത് കാരണം കിളയ്ക്കാൻ പോയിട്ടേയില്ല. നമ്മൾ ചെയ്തത് ഇവിടെ വൈക്കോലൊക്കെ ഇന്നിവിടെ ചപ്പോ കളയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വൈക്കോലോ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് വന്ന് തന്നെ ഇവിടെ നിരത്തേണ്ടി വന്നു. അന്നത്തെ ഞങ്ങളുടെ അറിവ് വെച്ചിട്ടാണ് കേട്ടോ. വെളിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊതിഞ്ഞ് കിട്ടുന്ന പേപ്പർ, പഴത്തൊലി ഉണ്ടെങ്കിൽ അതുവരെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിടുമായിരുന്നു. അങ്ങനെ ബയോമാസ് നമ്മൾ അറിയില്ലേ, പുറമേ പുതയിടുന്ന ആ സമ്പ്രദായത്തിന് വേണ്ടിയിട്ടാണ്, അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? സ്ലൈഡ്സ് കാണിക്കും. സ്ലൈഡ്സ് ഓരോ പ്രദേശത്തും പോയിട്ട് ടൗണുകളിൽ പിന്നെ ഓരോ മുക്കിലും മൂലയിലും ഒക്കെ ആളുകൾ, ഇവിടങ്ങളിലുള്ള വീടുകളിൽ, ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീട്ടിലും ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളിവിടെ ഓരോ പ്രദേശത്തിൻ്റെ സ്ലൈഡുകൾ എടുത്തിട്ട് നമ്മൾ തന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറ ഫിലിമിലെടുത്ത് അത് കൊണ്ടുപോയിട്ട് പ്രോസസ് ചെയ്ത് അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കളറായപ്പോൾ സ്ലൈഡ് വാങ്ങി ട്രാൻസ്പെറന്റ് ഫിലിം വാങ്ങി നമ്മൾ ചെയ്തു. അതെ, അപ്പോഴത്തേക്കും നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. തന്നെയല്ല അതെവിടെ കിട്ടും, എങ്ങനെ അത് അന്വേഷിച്ച് നടക്കുകയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതാണ്. നമുക്ക് പ്രായം എത്രയായി എന്നുള്ളതല്ല, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ച് മതിയാക്കിയിടാം, പ്രാണൻ മേനി വിടുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ സ്ലൈഡ് കാണിക്കുന്ന സമയത്ത് ഇതിപ്പോൾ പറയുമ്പോൾ വളരെ എളുപ്പമാണ്, ക്യാമറ സ്വന്തമായിട്ടില്ല. അപ്പോൾ പിന്നെ അടുത്ത എന്താ ചെയ്യുന്നത് അറിയാമോ? അതിനു വേണ്ടി പല ആളുകളോടും പലപ്പോഴായിട്ട് നമ്മൾ ക്യാമറ കടം വാങ്ങുകയത്. പിന്നീട് വാങ്ങി. ആദ്യ തുടക്കത്തിൽ നമ്മളങ്ങനെ ക്യാമറ കടം വാങ്ങിയിട്ട് സഞ്ചരിച്ചുകൊണ്ട് നടക്കുക. അങ്ങനെ നടക്കുന്ന സമയത്ത് ഓരോ സ്ഥലത്തും നമുക്ക് തോന്നുക ഇത് നമ്മൾ ആളുകളെ കാണിക്കേണ്ടതാണ്, ഇവിടെ ഇന്ന ഒരു ടീച്ചിങ് പോയിൻ്റ് ഉണ്ട്, ഒരു പാഠ്യ വസ്തുത ഇവിടെ നിലനിൽക്കുന്നുണ്ട്, അത് കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് അവിടെ എടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ സ്ലൈഡ്സ് കാണിച്ച എല്ലാ ആളുകളെയും. അപ്പോൾ ഇത് എന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ 83, 84, 85, 90 വരെ ഏതാണ്ട് ഈ അവസ്ഥയിൽ നമ്മൾ പോകുന്നത്. അതിനൊക്കെ ശേഷമാണ് നമ്മൾ ക്യാമറ വാങ്ങുന്നതും സ്വന്തമായിട്ട് ഇങ്ങനെ എടുക്കുന്നതും. അവിടെ നമുക്ക് അടിവരയിട്ട് പറയേണ്ട കാര്യം, നമ്മൾ ഈ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ, ഒരു പക്ഷേ അട്ടപ്പാടിയിൽ ആദ്യമായിട്ട് സ്വന്തം സ്ലൈഡ് ഉണ്ടാക്കിയത് ഞങ്ങളായിരിക്കും. അപ്പോൾ
അങ്ങനെ ഈ നമ്മൾ മൊട്ടക്കുന്ന് അങ്ങനെ ആക്കി തീർത്തത് എവിടെ നിൽക്കുന്നുവോ, പ്രകൃതി എവിടെ നിൽക്കുന്നുവോ ആ പ്രകൃതിയുടെ സ്വതസിദ്ധമായ കഴിവിനെ നമ്മൾ സഹായിച്ചു കൊടുത്തു. അവിടെ നമ്മൾ കാവൽക്കാരാകുക ചെയ്ത്. ഇത് ലോകത്തിൽ ആർക്കും ചെയ്യാവുന്ന പണിയുള്ളൂ. ഓർക്കേണ്ടത് ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. പൈസ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. കിളച്ചു മറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇവിടെ കിളച്ചു മറിക്കാൻ നമുക്ക് സമയമില്ല. തന്നെയല്ല ആശയം നമ്മുടെ കയ്യിലുണ്ട്. ഉണ്ട്. ഇല്ല, ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഞങ്ങളിങ്ങനെ പ്രകൃതിക്ക് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെ നേച്ചർ പ്രകൃതി എന്ന് പറഞ്ഞാൽ അതിന് വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു ഇത് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. പക്ഷെ ഞങ്ങളിങ്ങനെ ഇറങ്ങി ഓരോ ദിവസവും ഇത് കണ്ടുകൊണ്ട് നടക്കും. ആസ്വദിക്കുകയായിരുന്നു, ശരിക്കും ആസ്വദിക്കുകയാണ്. ഓരോ ദിവസവും മണ്ണിനും ഓരോ ചെടികൾക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നടന്നിരുന്നു. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരുപാട് വസ്തുതകളുണ്ട്. ഒരു പുസ്തകത്തിലും വായിക്കാനോ പഠിക്കാനോ കിട്ടാത്ത അത്ര വിപുലമായ അറിവ് ഞങ്ങൾക്ക് തന്നത് ഈ മണ്ണാണ്, പ്രകൃതിയാണ്. ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ ഒരു ഗുണം കിട്ടി ഞങ്ങൾക്ക്. ഈ കാര്യങ്ങളെല്ലാം അപ്പോൾ നമ്മളത് രേഖപ്പെടുത്തണം, രേഖകൾ വലുതാണ് എന്നുള്ള ഒരു അറിവും കിട്ടിയത് അവരുടെ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ ആ കാലത്തുണ്ടായിരുന്ന ചെടികൾ എന്തൊക്കെയായിരുന്നു, അന്നുണ്ടായിരുന്ന വൈവിധ്യം, ജന്തുക്കളുടെ വൈവിധ്യം, ഇതെല്ലാം നമ്മൾ രേഖപ്പെടുത്തി വന്നു. പിന്നെ മണ്ണിനുണ്ടാകുന്ന മാറ്റങ്ങൾ, ഓരോ ചെറിയ മാറ്റവും നമ്മൾ പടമെടുത്തോ അല്ലെങ്കിൽ എഴുതിയോ ഏതെങ്കിലും തരത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചുകൊണ്ടിരുന്നു. ഇവിടെ തന്നെയായിരുന്നു അന്ന് പോസ്റ്ററുകളൊക്കെ ഉണ്ടാക്കുന്നത്, സ്റ്റെൻസിൽ ചെയ്തിട്ട്. പിന്നെ എന്തായിരുന്നു മറ്റേ സ്ക്രീൻ പ്രിൻറ്റിങ്. ഇത് രണ്ടും പഠിച്ചു. പോയിട്ട് ഒരു സ്ഥലത്ത് പോയി പഠിച്ചിട്ട് തിരിച്ചിവിടെ വന്ന് സ്ക്രീൻ പ്രിൻറ്റിങ്ങിൽ നമ്മൾ പോസ്റ്ററുകൾ, നോട്ടീസ് ഇതൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരുന്നു ഇവിടെ. അതെല്ലാം ഇതിനു വേണ്ടിയിട്ടാണ്. ഇത്തരം കാര്യങ്ങൾ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ ആധുനിക ജീവിതത്തോട് ആസക്തി തോന്നിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. 100% പറയാം, ഇല്ല. അതിനോട് ആസക്തി തോന്നണമെങ്കിൽ അത് നമ്മുടെ ജീവിത ലക്ഷ്യമായിരിക്കണം. അതെ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ജീവിത ലക്ഷ്യം, ഞങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് മുമ്പ് തന്നെ പറഞ്ഞു, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുന്നത് തന്നെ ഒരു കൃത്യമായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. 46 വർഷം മുമ്പേ നമ്മൾ തീരുമാനമെടുത്തു, ഞങ്ങൾക്ക് മക്കളുണ്ടാകുകയാണെങ്കിൽ ഒരു കാരണവശാലും അവരെ ഈ ഔപചാരിക വിദ്യാഭ്യാസത്തിന് വിടില്ല, അല്ലാത്തൊരു വിദ്യാഭ്യാസ രീതി കണ്ടെത്തിയേ പറ്റുള്ളൂ എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നമ്മൾ ചെയ്തു പോരുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കുട്ടിയെ ഈ ഇതേ സിസ്റ്റത്തിൽ വിട്ടിട്ട് നമുക്ക് അവനെ ഒരു വലിയ ഉദ്യോഗസ്ഥനാക്കി എടുക്കാനൊക്കെ പറ്റും. നല്ല മൂല്യബോധമുള്ള ഒരു ഉദ്യോഗസ്ഥനാക്കി മാറ്റാനും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരും. പക്ഷെ അതായിരുന്നില്ല നമ്മുടെ ലക്ഷ്യം. ഒരാള് അവരവരുടെ മക്കളെ മാത്രം നോക്കിയാൽ പോരാ. അങ്ങനെയാണ് സാധാരണ നടക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ആകരുത് എന്ന് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ തന്നെയല്ല, ആരെങ്കിലും ഒരാൾ ഇതിനൊരു പരിഹാരം കണ്ടല്ലേ പറ്റുള്ളൂ. എല്ലാവരും ഒരേപോലെ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല. ആധുനിക ജീവിതത്തോട് ആസക്തി തോന്നിയിട്ടില്ലേ ടീച്ചർക്കും മാഷിനും മക്കൾക്കും? പോകട്ടെ, കൊച്ചുമക്കൾക്കെങ്കിലും ഐഫോൺ, കാർ, ടൗൺ ലൈഫ്, ജീൻസും ടോപ്പും ഇട്ട് മുടി മിനുക്കി നടക്കാൻ, വൈറ്റ് കോളർ ജോബ് തേടി ഹാഷ് പോഷായി ടൗണിൽ ജീവിക്കാൻ, ഇത്രയും കാര്യങ്ങൾ. ഇതിനകത്ത് ഞങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്. വാസ്തവത്തിൽ ഞങ്ങളെ ഈ 45 വർഷത്തിന് ശേഷം, മൂത്ത മകന് 45 വയസ്സായിപ്പോൾ, അവനുണ്ടാകുന്നതിന് 1 വർഷം മുമ്പ് തന്നെ കുട്ടികളെ ഇങ്ങനെ ഈ ഔപചാരിക വിദ്യാഭ്യാസത്തിന് വിടില്ലാന്ന് തീരുമാനിച്ചു. അപ്പോൾ 46 വർഷം മുമ്പ് ഞങ്ങൾ തീരുമാനിച്ച് ജീവിക്കുകയാണ്. ഇന്ന് ഞങ്ങളിങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ, ഈ ഹാഷ് പോഷ് ജീവിതത്തിനോട് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എന്നേ മാറിപ്പോകുമായിരുന്നു. രണ്ടാമത്, അതിന് ബുദ്ധിമുട്ടുമില്ല കേട്ടോ, ആരും ഞങ്ങളെ തടയില്ല. അത് ഞങ്ങൾക്ക് മേലെ ഞങ്ങൾ ആരെയും അങ്ങനെ ഭരിക്കാൻ വേണ്ടി ഞങ്ങൾ നിർത്തിയിട്ടില്ല. അതൊന്ന്. രണ്ടാമത്, ഗൗതമിന് 45 വയസ്സായി, അവനിന്ന് 3 മക്കളുണ്ട്. അവർക്ക് വേണമെങ്കിൽ തീരുമാനം എടുക്കാം ഈ കുട്ടികളെ സ്കൂളിൽ വിടാൻ. അവർ ഒരുപക്ഷെ നാളെ അവർ കുട്ടികളെ സ്കൂളിൽ വിട്ടെന്ന് വരും. അതിനുള്ള പഴുത് ഇന്ന് ഈ നിലനിൽക്കുന്നതായ ഞങ്ങൾ വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസത്തിലുണ്ട്. അത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, 10ാം ക്ലാസ്സിൽ എഴുതാം, അങ്ങനെ ഓപ്പൺ ഡിഗ്രി എഴുതാം. അതൊരു തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഒന്നുമില്ല, അങ്ങനെയൊന്നും. അതൊക്കെ പോകേണ്ടത് വിദ്യാഭ്യാസത്തിനകത്ത് ഈ ലോകത്തുള്ള ഏത് കാര്യങ്ങളും, സമൂഹത്തിന് ദോഷമില്ലാത്ത ഏത് കാര്യങ്ങളും പഠിക്കാം. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഗൗതം സ്കൂളിൽ പോകാൻ ആഗ്രഹിച്ചില്ല, അല്ലെങ്കിൽ അവനെ വിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ കുറ്റമായിട്ട് കണക്കൂട്ടാം. എന്തുകൊണ്ട് ഗൗതമൻ്റെ 3 മക്കളെ സ്കൂളിൽ വിട്ടില്ല? അപ്പോൾ അത് അതിൻ്റെ ഉത്തരവായി. അവർക്ക് തോന്നിയിട്ടില്ല. അവർ ടൗണൊക്കെ ആയിട്ട് വളരെ ബന്ധപ്പെട്ട് അവർ ജീവിക്കുന്നുണ്ട്. തന്നെയല്ല,
ഞങ്ങൾ ചെയ്യുന്ന വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു രീതിയിൽ ഗൗതം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പറയുമ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പോകാൻ ഇല്ല, സ്വാതന്ത്ര്യം. ഇവിടെ ആരോടും അങ്ങനെ ഞങ്ങൾ ഇന്നതേ ചെയ്യാവൂ അല്ല, അത് കഴിഞ്ഞ ദിവസം പറഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെയല്ല. അങ്ങനെയില്ല. അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു ഗുരു, ഒരു മഹാഗുരു പോലെ ഞങ്ങൾ ഇരിക്കുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രം നടപ്പാക്കുക, അങ്ങനെ ഒരു സമ്പ്രദായമേ അല്ല ഇവിടെ. അടുത്തത് പറഞ്ഞ വിഷ്ണുവിന് അമേരിക്കയിൽ ജോലി കിട്ടിയതാണ് എന്നറിയാം. വിഷ്ണു എന്ന് ഉദ്ദേശിച്ചത് ഒരു പക്ഷേ ഗൗതമിനെ ഉദ്ദേശിച്ചായിരിക്കും. വിഷ്ണു എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥിയായിരുന്നു, ഇപ്പോൾ ഞങ്ങളുടെ മരുമകനാണ്. അവന് അമേരിക്കയിലൊന്നും ജോലിയൊന്നുമില്ല. 10-12 വയസ്സ് വരെയൊക്കെ കുട്ടികളോട് ഇതൊക്കെ പറയാൻ പാടുള്ളൂ, അല്ലെ ശഠിക്കാൻ പാടുള്ളൂ എന്ന് ഞങ്ങൾ നല്ലപോലെ വിശ്വസിക്കുന്നുണ്ട്. അതിനുശേഷം അവർ തീരുമാനം എടുക്കുന്നതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മതി. ഇപ്പോഴും നമ്മളങ്ങനെയാണ് ചെയ്യുന്നത്. ഗൗതം എടുക്കുന്ന തീരുമാനം, അല്ലെ വിഷ്ണു, ഉണ്ണിയാർച്ച, കണ്ണകി, അഭിലാഷ് ഇവരൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഞങ്ങൾ പിന്തുണ കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പം കാരണം നമ്മളുടെ ഒരു ഇതുണ്ടല്ലോ, 18 വയസ്സായി കഴിഞ്ഞാൽ അവർ മച്ചുവറായി അല്ലെ, അങ്ങനെയൊന്നുമില്ല. മച്ചുവറാകുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിപരമായിട്ട് സ്വന്തം കാര്യങ്ങൾ തീരുമാനമെടുക്കാനും നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ആ പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കാൻ ഏറ്റവും ചെറുപ്പകാലമാണ് നല്ലത്. ഏറ്റവും ശൈശവം ബാല്യകാലത്ത് നല്ല തീരുമാനം എടുക്കത്തക്ക വിധം കുട്ടികളെ പ്രാപ്തരാക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അവരുടെ പുറകെ നടന്ന് നീ ഇന്നത് ചെയ്യണം പറയാൻ പാടില്ല. അപ്പോൾ ഈ ചോദ്യം വീണ്ടും ആവർത്തിച്ചിരുന്ന അവർ കുറ്റപ്പെടുത്തുകയോ അതോ സ്വയം തോന്നുകയോ ചെയ്തിട്ടുണ്ടോ? വല്ലപ്പോഴും ഇവിടം വിട്ടുപോയി ഒരു ആധുനിക ജീവിതം നയിക്കാൻ. ആധുനിക ജീവിതമാണ് ഞങ്ങൾ നയിക്കുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ട് കുട്ടികൾ വണ്ടി പോലും ഉപയോഗിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് വാഹനം അവർ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും കൊണ്ട് അവർ വണ്ടി പോലും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊന്നും വിനോദയാത്രയ്ക്കോ അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ, ഏറ്റവും അത്യാവശ്യമുള്ളപ്പോൾ മാത്രമേ ഈ ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഇപ്പോൾ ഈ ഇരിക്കുന്ന ലാപ്ടോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് ഗെയിം കളിക്കാനല്ല. നമ്മളിതിനകത്ത് പുസ്തകം എഴുതുന്നുണ്ട്, ഇൻ്റർനെറ്റിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പത്രം ഇതിനകത്ത് വായിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു തിരിച്ചറിവാണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഇതെങ്ങനെ ഉപയോഗിക്കണം. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നതായ പേന കൊണ്ട് നല്ല പരത്തെറി എഴുതാം, അങ്ങനെ എഴുതുന്നില്ല ആൾക്കാർ. ഈ ലാപ്ടോപ്പിനകത്തൊക്കെ ഇൻ്റർനെറ്റിനകത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് എത്ര തെറിയാണ് നമ്മളൊക്കെ പറയാൻ അറയ്ക്കുന്നതായ തെറികൾ ഇതിനകത്ത്. നമ്മൾ വിചാരിക്കുന്ന വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് വിചാരിക്കുന്നവർ, ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവർ ഓരോ ദിവസം എഴുതി വിടുന്ന തെറി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓക്കാനിക്കാൻ പറ്റും. അതേ സാധനം ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അപ്പോൾ ഈ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് ജീവിക്കാൻ കൊതിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതെല്ലാം ഉപയോഗിക്കുന്നു. ആധുനിക സൗകര്യങ്ങളെല്ലാം നമുക്കുണ്ട്. ഈ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. നമുക്കിവിടെ ഫ്രിഡ്ജില്ല, പക്ഷേ ഗ്രൈൻഡറുണ്ട്, മിക്സിയുണ്ട്, ഇസ്തിരിപ്പെട്ടിയുണ്ട്, ക്യാമറയുണ്ട്. പിന്നെ കണ്ട് ചോദിക്കുന്നുണ്ട് അതിന് ജീവിതം നയിക്കാൻ. അതിലേക്ക് വരാം. കാട്ടിലെ ജീവിതത്തെ വേണ്ട സമയത്ത് വല്ലപ്പോഴും വെറുത്തിട്ടുണ്ടോ ഈ കാട്ടിലെ ജീവിതത്തെ? കാട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. കാട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ ഈ കാട്ടിലെ ജീവിതം എങ്ങനെ വെറുക്കാനാണ്? ഞങ്ങൾ കുഞ്ഞിലേ മുതലേ ജീവിച്ചത് ഇതുപോലെ കാടിനടുത്ത്. ഞങ്ങൾ രണ്ടുപേരും തൊട്ട് കാട്ടിനകത്ത് പറയാം. അതെ, ഞങ്ങളുടെയൊക്കെ എൻ്റെ വീട് ഇടുക്കിയിലാണ്. ഞങ്ങളൊക്കെ ആദ്യത്തെ കുടിയേറ്റ വിഭാഗത്തിലുള്ള ആൾക്കാരാണ്. അവിടെ കുടിയേറി കയ്യേറി കാശ് കൊടുത്തിട്ടല്ല, വനം ഇഷ്ടംപോലെ കിടക്കുകയാണ്, അത് വെട്ടിത്തെളിച്ച് അതിനകത്തൊക്കെ ജീവിച്ച ആൾക്കാരാണ്. ഞങ്ങളുടെ ഒരതിര് വനമാണ്, നല്ല ഒന്നാന്തരം വനം ആയിരുന്നു. ഇപ്പം ഇല്ല. അവിടെ വനത്തിനോട് ചേർന്നൊരു നല്ല മനോഹരമായ ഒരു അരുവി ഉണ്ടായിരുന്നു, പൊട്ടനരുവി എന്ന് വിളിക്കുന്ന ഒരു നല്ല മനോഹരമായ ഒരു അരുവി. അതൊന്നും ഇപ്പം ഇല്ല. അടുത്തത് വേറെ ഹോസ്പിറ്റലിൽ എത്താൻ കഴിയാത്തതിനാലോ കറൻറ്റോ വെളിച്ചമോ മറ്റു സൗകര്യങ്ങളുടെ അഭാവത്താലോ ഇത് ഈ കാട്ടിലെ ജീവിതം മടുത്തിട്ടുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലിനെ അത്രയും ആശ്രയിക്കാറില്ല. അതേ സമയത്ത് ഇത് പറയുമ്പോൾ വേറെ ധാരണ പ്രശ്നം ഉണ്ടാകരുത്. അതേ സമയത്ത് ഇന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളതായ എല്ലാ ചികിത്സാ സൗകര്യങ്ങളെയും നമ്മൾ ബഹുമാനിക്കുന്നു. അതിനകത്തെല്ലാം നല്ല വശങ്ങളുണ്ട്, അതെല്ലാ വശങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് നമ്മളുടെ ജീവനെ പിടിച്ചു നിർത്താൻ, നമ്മുടെ മക്കളുടെ എന്തെങ്കിലും ആവശ്യം വന്നാൽ അവരുടെ ജീവനെ പിടിച്ചു നിർത്താൻ, അവരുടെ രോഗം മാറാൻ വേണ്ടി നമ്മൾ ഏത് ചികിത്സാ സമ്പ്രദായവും നമ്മൾ സ്വീകരിക്കും. അപ്പോൾ അതിൽ ഈ ആശുപത്രിയിൽ പോകാൻ വേണ്ടിയിട്ടല്ല ജീവിതം. അവിടെ പോകാതിരിക്കാൻ എങ്ങനെ പറ്റും,
അങ്ങനൊരു ജീവിതശൈലി നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. നല്ല ആഹാരം, നല്ല വായു, നല്ല വെള്ളം, ഇതൊക്കെ നമ്മൾ എങ്ങനെ നമുക്ക് ആ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം, നമുക്കുണ്ടാക്കിയെടുക്കുന്നതിനോടൊപ്പം വരാനിരിക്കുന്ന തലമുറ എന്ന് പറയുന്നത് എത്ര തലമുറയാണ് ഇനി വരാനിരിക്കുന്നതെന്ന് നമുക്ക് ആർക്കും കണക്കില്ല. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ വായുവും വെള്ളവും മണ്ണും എല്ലാം. അതൊക്കെ സംരക്ഷിച്ച് നിർത്തേണ്ടത് നമ്മളിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ തലമുറയാണ്. അപ്പോൾ അതൊക്കെ നല്ല സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആശുപത്രി പോകാതെ നമുക്ക് പറ്റും. എന്നാൽ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമ്മൾ തടഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മൾ ടൗണിൽ പോകുന്നു. ഇപ്പോൾ കോവിഡൊക്കെ വന്ന സമയത്ത് നമുക്കിതൊന്നും തടയാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ആശുപത്രി പോകേണ്ടി വന്നാൽ പോകും. അന്നൊന്നും നമുക്ക് ആശുപത്രി പോകേണ്ടി വന്നിട്ടില്ല. ഒരു പക്ഷേ നമ്മുടെ ജീവിത രീതിയുടെ ഇതുകൊണ്ടായിരിക്കും. ഇതാർക്കും പറ്റാവുന്ന കാര്യങ്ങളാണ്. കാരണം അന്ന് ഈ കോവിഡ് വന്നു, എല്ലാ സ്ഥലത്തും ലോക്കായി കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് രോഗം വരാതിരുന്നതും കൂടി ഓർക്കണം. അതും കൂടി ഓർക്കണം. അത് ഞങ്ങൾക്ക് മാത്രം കഴിയുന്ന കാര്യമല്ല. ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും നിത്യവും ആശുപത്രി കയറി ഇറങ്ങിക്കൊണ്ടിരുന്ന ആളുകളുടെ ആശുപത്രി പോക്ക് കുറഞ്ഞു. ഇത് സാധ്യമാണ്, സാധാരണക്കാരന് സാധ്യമാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്താനായിട്ട് ഇവിടെ ഒരു 10-15 കിലോമീറ്റർ അകലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. സർക്കാർ വക സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റോഡുണ്ട്, നമ്മുടെ സ്വന്തം റോഡുണ്ട്. ഇവിടുന്ന് ഈ റോഡ് അങ്ങോട്ട് ചെന്നെത്തുന്നത് കോൺക്രീറ്റ് ടാർ റോഡിലേക്കാണ്. ഇവിടെ ഇത് മണ്ണ് റോഡാണ്. പക്ഷേ ആ മണ്ണ് റോഡ് നമ്മൾ മണ്ണ് ഒലിച്ചു പോകാതെ, റോഡ് കുഴിയാകാതെ നമ്മൾ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ, ഒരു ജീപ്പ് ഏതെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആശുപത്രി പോകാവുന്നതേ ഉള്ളൂ. ഏറിയാൽ 1/4 മണിക്കൂർ കൊണ്ട് ആശുപത്രി എത്തല്ലേ? സുഖമായിട്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചോദിച്ചോട്ടെ, ഈ ആധുനികമായ സൗകര്യങ്ങളെല്ലാം ഉള്ള ബാംഗ്ലൂർ ഒരു 1/2 മണിക്കൂർ ഒരു സ്ഥലത്തു നിന്ന് ഒരാൾക്ക് ആശുപത്രിയിൽ പോകാനോ എന്തിനോ 1/2 മണിക്കൂർ പോകേണ്ട ദൂരമേ ഉള്ളൂ. വണ്ടിയുണ്ട്. പക്ഷേ ഈ വണ്ടി എടുത്തിട്ട് ഏതാണ്ടൊരു 3 മണിക്കൂർ എടുത്തു ആ സ്ഥലത്തെത്താൻ. അതിപ്പോൾ ബാംഗ്ലൂരല്ല, ഇവിടെ അല്ല, ബാംഗ്ലൂർ അത് പറഞ്ഞ കഥയാണ്. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണ്. അപ്പം ആധുനികത എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒരിടത്തേക്ക് തടിച്ചു കൂടുമ്പോൾ ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാവരും അങ്ങനെ ആകണമെന്നല്ല പറയുന്നത്, പക്ഷേ അത് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ കറൻറ്റോ വെളിച്ചമോ മറ്റ് സൗകര്യങ്ങളുടെ അഭാവത്തല്ല, കറൻറ്റും വെളിച്ചവും ഇല്ല. അല്ല, ഇതിനകത്ത് ഐഫോൺ കാറ് ടൗൺ ലൈഫ് അത് വരുന്നല്ലോ. അല്ല, അത് അതിൻ്റെ മുകളിലാണ്. ആണോ? ഐഫോൺ കാറ് ടൗൺ ലൈഫ് ജീൻസും ടോപ്പും ഇട്ട് മുടി മിനുക്കി നടക്കാൻ, ഇതൊക്കെ നമുക്ക് വൈറ്റ് കോളർ ജോബ് നേടി ഹാഷ്പോഷായി നടക്കാൻ. അപ്പോൾ അല്ല, അത് പറഞ്ഞു. പക്ഷേ അതിനകത്ത് ഈ ഐഫോൺ കാറ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിതിനൊന്നും എതിരല്ല. കാറ് അല്ല, ജീൻസ് ടോപ്പ് ഇതൊക്കെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു സാരി ഉടുത്ത കാലം വളരെ കുറച്ചേ ഉള്ളൂ. TTCക്ക് പഠിക്കുന്ന സമയത്ത് 2 വർഷം സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് സാരി ഉടുത്തിരുന്നു. ആദ്യം ജോലി കിട്ടിയ സമയത്തും അത് കക്കുപ്പടിയിൽ ഗവൺമെൻറ് സ്കൂളിലായിരുന്നു. കൂക്കമ്പാളയം സ്കൂളിൽ ഞാൻ സാരി ഉടുത്ത് പോയി. അഗളി സ്കൂളിൽ ഏതാണ്ട് ഒരു വർഷത്തോളം സാരി ഉടുത്തിട്ടുണ്ടാവും. അതിനുശേഷം അന്ന് 82 മറ്റോ ജീൻസിലേക്ക് മാറി. അത് ജീൻസിലേക്ക് മാറിയതന്ന് ഹാഷ് പോഷ് എന്നുള്ളതിനേക്കാളേറെ ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് എനിക്ക് പെട്ടെന്ന് സ്കൂളിൽ പോകാനും വരാനും കുട്ടികളുടെ ഇടയിൽ ഞാനന്ന് സൈക്കിളാണ് ഉപയോഗിക്കുന്നത്. അന്നത്തെ കാലത്ത് സ്ത്രീകൾ സൈക്കിൾ ഉപയോഗിക്കുകയില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വാഹനം അന്ന് സ്ത്രീകൾ ഓടിക്കുന്നതായിട്ട് അറിയില്ല അട്ടപ്പാടിയിൽ. അതുകൊണ്ട് നമുക്ക് ഞാൻ ഈ സൈക്കിളിൽ ഇങ്ങനെ പോകുന്നത് ഒരു വലിയ കാഴ്ച പോലെയായിരുന്നു ആളുകളെ സംബന്ധിച്ച്. നമ്മൾ അതിനല്ല അത് ചെയ്തിരുന്നത്. നമുക്ക് ഞങ്ങളന്ന് നക്കുപതി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് അഗളി വരെ ഒരു 2.5-3 കിലോമീറ്റർ കാണുമായിരിക്കും. അത്രയും ദൂരം സൈക്കിളിന് പോകാൻ വേണ്ടിയിട്ട് എളുപ്പം കുഞ്ഞിനെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പം എളുപ്പം പോയി വരാൻ വേണ്ടിയിട്ടാണ് ഈ സൈക്കിൾ വാങ്ങിയത്. ഞാൻ സൈക്കിൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ സൈക്കിളിന് ഈ സാരി കുടുങ്ങും. അതുകൊണ്ടാണ് ആ സാരിയിൽ നിന്ന് ഇതിലേക്ക് മാറുന്നത്, ഈ ജീൻസിലേക്ക് മാറുന്നത്. അതിനുശേഷം ഇത് മാറ്റിയിട്ടേയില്ല. വീട്ടിലെ 1-2 കല്യാണത്തിന് അവരുടെ നിർബന്ധപ്രകാരം സാരി ഉടുക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ വല്ല നാടകത്തിനോ എന്തിനോ സാരി ഉടുത്തിട്ടുണ്ട്. അന്ന് അത്തരം 1-2 തവണ വേഷം കെട്ടുക എന്ന് പറഞ്ഞ രീതിയിൽ അതിന് പോകേണ്ടി വന്നിട്ടുണ്ടെന്നുള്ള ഒഴിച്ചാൽ പിന്നെ ഇത് മാറ്റിയിട്ടില്ല. കാരണം അത്രയ്ക്ക് സൗകര്യമാണിത്, അത്രയ്ക്ക് സൗകര്യമാണ്. നമ്മൾ കൈയും കാലും ഒക്കെ എടുത്ത് നടക്കാം. പിന്നെ ക്ലാസ്സിലാണെങ്കിൽ പോലും ക്ലാസ്സിൽ നമ്മൾ ശരീരം മുഴുവൻ ഉപയോഗപ്പെടുത്തി നമുക്ക് കുട്ടികളെ ക്ലാസ് നല്ല സുന്ദരമാക്കാൻ പറ്റും. കുട്ടികൾക്ക് നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് നാളെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അത് മറക്കില്ല. ഇപ്പോഴും അതെ, വർഷങ്ങൾക്ക് മുമ്പ് രാജിവെക്കുന്നതിന് തൊട്ട് മുമ്പ് വളരെ കുറച്ച് ദിവസങ്ങൾ ഒരു സ്കൂളിൽ പോയിട്ട് ഇപ്പോഴും ആ കുട്ടികൾ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. എന്നുവെച്ചാൽ വളരെ കുറച്ച് സമയം കൊണ്ട് പോലും നമുക്കതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ശരീരം സ്വതന്ത്രമായിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഹാഷ് പോഷിൻ്റെ ഭാഗമായിട്ടല്ല.
ഹാഷ് പോഷൻ നമുക്ക് ഒരിക്കലും താല്പര്യമില്ല. നമുക്ക് താല്പര്യമില്ല എന്ന് ഓർത്തിട്ട് എല്ലാവരും അങ്ങനെ ആകണം നമ്മൾ പറയില്ല കേട്ടോ. അത് ഞങ്ങൾ അങ്ങനെ ആയിപ്പോയി. നമ്മൾ ഈ പറഞ്ഞ പോലെ നാടൻ രീതിയിൽ ജീവിച്ചുകൊണ്ടാവാം അങ്ങനെയൊക്കെ തോന്നുന്നത്. നമ്മുടെ മക്കൾക്കും അങ്ങനെ ഹാഷ് പോഷന്റെ പറയല്ല അവർ ആണെങ്കിൽ അങ്ങനെ ഒരു അതൊരു തെറ്റാണെന്ന് പറയുന്നില്ല. ഹാഷ് പോഷായി നടക്കണമെങ്കിൽ നടക്കാത്ത. കറണ്ടോ വെളിച്ചമോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാതെ കാടിനെ വെറുത്തിട്ടുണ്ടോന്നാണ്. കാടിനെ വെറുത്ത കാര്യം ആദ്യം പറഞ്ഞു. ഞങ്ങൾ കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്, ഒപ്പം സോളാർ കറണ്ടും ഉപയോഗിക്കുന്നുണ്ട്. അല്ല, നമ്മളൊരു 87-ലോ 88-ലോ മറ്റോ അന്ന് ഈ അട്ടപ്പാടിയിൽ കറണ്ട് വളരെ അപൂർവം ചില സ്ഥലത്തേ ഉള്ളൂ. ആ കാലത്ത് നമ്മളിവിടെ സോളാർ ഉപയോഗിച്ചിരുന്നു. അന്ന് 87-90 മുമ്പിലായിരിക്കും. അട്ടപ്പാടിയിൽ ആദ്യം ഉപയോഗിക്കുന്ന കൂട്ടത്തിലൊക്കെ ഞങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാ ആധുനികതയ്ക്കും ഇതിനൊക്കെ എതിരാണെന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. പിന്നെ ആവശ്യം, അത്യാവശ്യം, അനാവശ്യം, ഇങ്ങനെ ഞങ്ങൾ തരംതിരിക്കും. ഇത് ആവശ്യമാണോ, ഞങ്ങൾക്ക് ആവശ്യമാണോ, ഇത് ലോകത്തിനെന്നല്ല, ഞങ്ങൾക്ക് ആവശ്യമാണോ, അല്ലെ നമ്മുടെ പ്രവർത്തനത്തിന് ഇത് ആവശ്യമാണോ, ഇത് അത്യാവശ്യമാണോ? അപ്പോൾ അത്യാവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പുറകെ പോവും. ആവശ്യമാണെങ്കിൽ മെല്ലെ ഒന്ന് പോവും, അനാവശ്യമാണെങ്കിൽ തള്ളിക്കളയും. യാതൊരു സംശയമില്ല കാര്യത്തിൽ. നമ്മളിവിടെ ജീവിക്കാൻ തുടങ്ങി 83-ൽ നമ്മൾ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ വർഷം 42 കഴിഞ്ഞു. 42 വർഷം നമ്മളിവിടെ ജീവിച്ചു. നമ്മളിതൊന്നും വേണ്ടാന്ന് വെച്ചിട്ടോ ഈ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാതെയോ ആശുപത്രികളിൽ പോകാതെയോ വാഹനങ്ങളിൽ യാത്ര ചെയ്യാതെയോ ഒന്നും അല്ല നമ്മളിവിടെ ജീവിച്ചു. അല്ല, പക്ഷേ പലരും അങ്ങനെ ധരിച്ചിട്ടുണ്ട്. ഞങ്ങളെക്കുറിച്ച് ഏതോ ഒരു ലീഡിങ് പത്രം, പ്രമുഖ പത്രം, ഒരിക്കലും ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞതാണോ അത് സ്വന്തമായിട്ട് എഴുതിയാണോ എന്നറിയില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ സാരംഗിലെ ഒരിക്കലും തീ പുകയാത്ത സാരംഗിലെ അടുക്കളയിൽ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി, അങ്ങനെ എന്തോ ഒരു എഴുത്ത്. അപ്പോൾ ഒരുപാട് ആളുകൾ അതിന് ശേഷം അവർ വിചാരിച്ചു ഇവിടെ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്നില്ല, ഒക്കെ ഈ പറമ്പിൽ നിന്ന് പറിച്ച് കായ്കനികളൊക്കെ പറിച്ച് കഴിച്ചു ജീവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളുണ്ടല്ലോ സന്യാസിമാരുടെ എന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മൾ യോഗി തുല്യരായ 2 പേര് എന്നുള്ള നിലയ്ക്ക് ആളുകൾ എഴുതിയിട്ടുണ്ട്. പല പത്രങ്ങളും അങ്ങനെ എഴുതിയിരിക്കുന്നു. അത് കാരണം നമ്മളെ ആ തരത്തിൽ നമ്മളെ ഏതോ ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ഒറ്റയ്ക്ക് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കേണ്ടി വന്നു. തിരിച്ചിവിടെ വന്നു. പിറ്റേ ദിവസം ഒരു കാർഡിലൊരു കത്ത്, നിങ്ങളവിടെ ഭക്ഷണം കഴിക്കില്ല, പ്രകൃതിയുടെ ആൾക്കാരല്ലേ, എന്നിട്ട് ടീച്ചർ അവിടെ ഇരുന്നിട്ട് ഊണ് കഴിക്കുന്നത് ഞാൻ കണ്ടു, ഞാൻ അടുത്തിരുന്നു. അപ്പോൾ ആ ആളുടെ മനസ്ഥിതി ആലോചിച്ച് നോക്കിയാൽ തൊട്ടടുത്തിരുന്ന് നമ്മളോട് ചോദിക്കാമെന്നേ ഉള്ളൂ, അയ്യോ നിങ്ങളിങ്ങനെയൊക്കെയാണോ, അവിടെ ഒന്ന് പറയും ഇവിടെ ഒന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയിലാണോ എന്ന് ചോദിച്ചാൽ മതി. പക്ഷേ അതിന് പകരം ഒരു കാർഡിനകത്ത് ഇതെഴുതി ഇങ്ങോട്ട് അയച്ചേക്കുന്നു, നിങ്ങൾ ആളുകൾ കൊള്ളാമല്ലോ, അവിടെ ഇരുന്ന് ചോറുണ്ടെന്ന് കണ്ടു. അപ്പോൾ ഈ പത്രക്കാരും ഇങ്ങനെയുള്ള ആളുകൾ ഇതുപോലെ ഒരുപാട് എഴുതി, ഒരുപക്ഷെ ഈ റീച്ച് കിട്ടാനും നിന്നിപ്പോൾ പറയുന്ന രീതിയിലുള്ള ആയിരിക്കാം, അറിയില്ല. ഏതായാലും അത് വലിയ സംഭവമാണ്. നമ്മൾ ഇവിടെ ജീവിക്കുന്നത് സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചാണ് ജീവിക്കുന്നത്. പക്ഷേ നമുക്ക് വേണ്ട എന്ന് വെച്ച് സംഗതികളെ സന്തോഷപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുന്നു. വേണം എന്ന് വെച്ചത് നമ്മൾ എത്ര കഷ്ടപ്പെട്ടു ഉണ്ടാക്കുകയും ചെയ്യും. ഒരു പാവിരിക്കുന്നു കിടക്കുന്നു, വിരിച്ചതിൻ്റെ മേലെ പുതച്ചതിൻ്റെ കീഴെ എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട് പണ്ടത്. അതുതന്നെയാണ് നമ്മളിപ്പോഴും ചെയ്യുന്നത്, അത്രയൊക്കെ ഉള്ളൂ. അതേസമയം ഈ ആധുനിക സാധനങ്ങളല്ലേ, എത്ര അത്യാവശ്യമുള്ള പല സാധനങ്ങളും നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണേലും വാങ്ങിയിരിക്കും. അത്യാവശ്യമുള്ളത്, ആവശ്യമല്ല പറയുന്നത്, അത്യാവശ്യമുള്ളത് എന്ന് തോന്നുന്നതെല്ലാം നമുക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യും. ഒരു പേന അത്യാവശ്യമാണ്, അതുപോലെ അത്യാവശ്യമുള്ള നല്ല പേന എന്ന് പറഞ്ഞത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ചെറിയ ഏതെങ്കിലും ഒരു പേനയല്ല, നമ്മൾ നല്ല പേന തന്നെ വാങ്ങും. അതുപോലെ അതുപോലെ ഈ പറഞ്ഞ പോലെ ഈ ഒരു കട്ടിലോ അതൊന്നും ഇല്ല, പക്ഷേ ഇതൊരു ബുക്ക് പബ്ലിഷിംഗ് കമ്പനിയാണ്. ഇവിടുന്ന് പുസ്തകം പബ്ലിഷ് ചെയ്യുന്നുണ്ട്, പുസ്തകം വിൽക്കുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യമാണ്. നമ്മൾ എങ്ങനെ കിടക്കുന്നു, എവിടെ കിടക്കുന്നു എന്നുള്ളതല്ല വിഷയം. അങ്ങനെ കിടക്കുന്നിടത്ത് ഞങ്ങൾ ഇന്നേ വരെ ഉറങ്ങാതിരുന്നിട്ടില്ല. അയ്യോ ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടായിട്ടേ ഇല്ല. അങ്ങോട്ട് കിടക്കുക, ചന്ദനക്കെട്ടിലേക്ക് കിടക്കുന്ന മാതിരി സുഖമായിട്ട്. ചന്ദനക്കെട്ടിലല്ലോ, അത് ഭയങ്കരമായ ഒരു 5000 ഏതാണ്ട് 50,000 മറ്റോ ഈ തത്തയുടെ തൂവലെടുത്തിട്ട് ഒരു മെത്ത ഉണ്ടാക്കിയ കഥ അറിയാം. ഒരു രാജാവാണ്,
അവർ ഈ അത്രയും കിളിയുടെ തൂവൽ, വളരെ സോഫ്റ്റായിട്ടുള്ള തൂവൽ എടുത്തിട്ട് അതിൽ പട്ടുമെത്ത ഉണ്ടാക്കിയിട്ട് അതിൽ കിടന്നു. എനിക്ക് അറിയില്ല ഉറക്കം വരുമോ ഇല്ലയോ എന്ന്. ഏതായാലും അതിനേക്കാൾ സുഖമായിട്ട് നമ്മൾ ഒരു പുൽപ്പായ വിരിച്ചിട്ട് അതിൻ്റെ മണ്ടയിലേക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഉറക്കം വരാനുള്ള കാരണം എന്ന് പറയുന്നത് മനസ്സിൻ്റെ സമാധാനമാണ്. മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ ഉറക്കം വരും. അതില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. എത്ര പൈസ, എത്ര കോടിക്കണക്കിന് കെട്ടുകണക്കിന് പൈസ ഉണ്ടാക്കി വെച്ചാലും മനസ്സമാധാനം ഇല്ലെങ്കിൽ, മനസ്സിന് സംഘർഷം ഉണ്ടെങ്കിൽ ഉറങ്ങാൻ കഴിയില്ല. ക്രൂരത, മനസ്സിൽ നമ്മൾ ഒരുപാട് ക്രൂരത ആലോചിച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല. ഒഴിവാക്കും. പലരും നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്കുള്ള വരുമാന മാർഗം എന്താണ്? അതെ, അത് മറ്റൊരു ചോദ്യം തന്നെയാണ്. ആ വരുമാന മാർഗം എന്താണെന്ന് വെച്ചാൽ കയ്യിൽ കിട്ടുന്ന പൈസയ്ക്ക് ഒതുങ്ങി ജീവിക്കാനായിട്ട്, വളരെ ലളിതമായി ജീവിക്കാനായിട്ട് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പൈസയൊന്നും വേണ്ട. ഞങ്ങൾ ജോലി രാജിവെക്കുന്ന സമയത്ത് ശൂന്യമായ മടിശീലം കൊണ്ടാണ് ഈ ജീവിതത്തിലേക്ക് നമ്മൾ വരുന്നത്. പക്ഷെ അവിടെയൊക്കെ നമുക്കുണ്ടായ ജോലി രാജിവെച്ചിട്ട് നമ്മൾ കൂലിപ്പണിക്കാണ് പോയത്. അത് നമുക്ക് അതിനകത്ത് മടിയില്ല. കാരണം കൂലിപ്പണി ഇന്നിപ്പോൾ നോക്കുക, കൂലിപ്പണി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 ദിവസം കൊണ്ട് 5000 രൂപ ഉണ്ടാക്കാം. 5 ദിവസം പണിതാൽ മതി, 5000 രൂപ ഉണ്ടാക്കാം. അല്ലെ 10 ദിവസം പണിത് 10000 രൂപ ഉണ്ടാക്കി. അതുകൊണ്ട് അങ്ങ് ജീവിക്കുക. ബാക്കിയുള്ള ദിവസം വേണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോവുകയോ വരുവോ ഒക്കെ ചെയ്യാം. ഇത്രയൊക്കെ ലാഘവത്തോടെ ജീവിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതാണ് സ്വർഗം. അപ്പം അത് ഓർക്കേണ്ട ഒരു സംഗതി, ജീവിതം ഒറ്റ പ്രാവശ്യം, അത്രേ ഉള്ളൂ. ഒറ്റ പ്രാവശ്യമുള്ളൂ ജീവിതം, റിവൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ജീവിതം നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന കുറേയെങ്കിലും കാര്യങ്ങൾ നടത്തി മനസ്സിൽ വിചാരിക്കുന്ന പോലെ കുറേയെങ്കിലും ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ ഇവിടെ വരുമാനത്തേക്കാൾ കൂടുതൽ നമ്മുടെ കയ്യിൽ വരുന്ന പൈസ എങ്ങനെ ആസൂത്രിതമായി ചിലവാക്കി സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്ന് ആർക്കും പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഇന്ന ആൾക്ക് സാരെങ്കിലും 2 പേർക്ക് ചെയ്യാവുന്നതല്ല, ലോകത്തിലെ ആർക്കും വേണമെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ എന്ത് വേണമെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇണകളായിരിക്കണം. ആ ഇണകൾ എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവല്ല, ഇണകളായിരിക്കണം, ഇണങ്ങുന്ന ഇണകളായിരിക്കണം. അവർ തമ്മിൽ ആശയവിനിമയം നടത്തി നമുക്ക് ഇങ്ങനെ ജീവിക്കണം എന്ന് 2 പേരൊരു പ്ലാൻ ചെയ്താൽ ആ പ്ലാനിലേക്ക് അവർ ശക്തമായിട്ട് പോകത്തക്ക രീതിയിലുള്ള മനോബലം വേണം. ഇത്രയുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. അവിടെ ഈ പറയുന്ന പട്ടുമെത്തയും വേണ്ട, കട്ടിലും വേണ്ട, വലിയ വീടും വേണ്ട, ഒന്നും വേണ്ട, സുഖമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അടുത്തത്, പ്രകൃതിയെ പഠിക്കുന്നതിനായി, നിലനിൽപ്പിൻ്റെ പാഠം പഠിക്കുന്നതിനായി സാരംഗിൻ്റെ വാതിൽ ഇപ്പോഴും തുറന്നു വെച്ചിട്ടുണ്ടോ? ഇത് ചോദ്യം കേട്ടപ്പോൾ ഞാൻ തമാശ ഓർത്താണ്. ചോദ്യം പറഞ്ഞവരോടല്ല ദൈവമേ, ഭാഗ്യം അങ്ങനൊന്നും വിചാരിക്കരുത്. ഈ സാരംഗിന് വാതിലില്ല, ജനലില്ല, കഥയില്ല, ഒന്നുമില്ല. ഒരു തമാശ ആയിട്ട് എടുത്താൽ മതി. പ്രകൃതി ഇല്ലാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ ഈ ഭൂമിയിൽ? പ്രകൃതിയെ പഠിക്കാൻ വേണ്ടിയിട്ട് സാരെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തോ പോകുന്ന എന്ന് പറയുന്നത് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം എറണാകുളം ടൗണിൽ പോലും ടൗണിൽ പ്രകൃതി ഉണ്ടല്ലോ. പക്ഷെ അവിടുത്തെ പ്രകൃതി വേറെ നമ്മളാണ് അങ്ങനെ ആക്കിയത്. പിന്നെ ചതുപ്പ് അത് പ്രകൃതിയാണ്, കായൽ പ്രകൃതിയാണ്, കടൽ പ്രകൃതിയാണ്. പ്രകൃതിയിൽ അല്ലാത്ത ഒന്നും ഇന്ന് നിലവിലില്ല. ഒക്കെ ഇത് ആകാശം പ്രകൃതിയാണ്, പ്രകൃതിയുടെ ഭാഗമാണ്. അപ്പോൾ എല്ലാം പ്രകൃതിയാണ്. പ്രകൃതിയിലെ എന്തായിരുന്നു ചോദ്യം? പ്രകൃതിയെ പറ്റി പഠിക്കുന്നതിനായി പഠിക്കുന്നതിനായി പ്രകൃതിയെപ്പറ്റി എവിടെ ഇരുന്ന് വേണമെങ്കിലും പഠിക്കാം. കാരണം നമ്മുടെ ഇപ്പോൾ സാരെങ്കിൽ ചെയ്തു വെച്ച കുറേ കാര്യങ്ങളുണ്ട്. അത് വളരെ നമ്മുടെ മനുഷ്യൻ്റെ പെരുമാറ്റം കൊണ്ട് തന്നെ നശിച്ച് വന്ന് ഒന്നിനും കൊള്ളാതായ, ഉപയോഗിക്കാനേ പറ്റില്ലാത്ത വിധമായി പോയ മണ്ണായിരുന്നു, പ്രകൃതിയായിരുന്നു ഇവിടം. അത് നമ്മൾ തിരിച്ച് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ശരിക്കുള്ള ഒരു പരീക്ഷണം തന്നെയായിരുന്നു. ആ നിലയ്ക്ക് ഇവിടുത്തെ പരീക്ഷണം എന്ന് പറയുന്നത് ശരിയാണ്. പ്രകൃതിയെ പറ്റി പഠിക്കാൻ എന്നൊക്കെ പറയുമ്പം ഈ പ്രകൃതിയെ മാറ്റിയ ആ രീതി അത് വേണമെങ്കിൽ പഠിക്കാം. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, പ്രകൃതിയെ പഠിക്കുന്നതിനായിട്ട് ഉള്ള സൗകര്യം സാരെങ്കിലുണ്ടോ? അതിന് വേണ്ടി ഒരിടത്തും പോകേണ്ട കാര്യമില്ല. മറ്റേ ഇങ്ങരുടെ ഒരു എന്താ കസ്തൂർദാസ് അല്ലോ, കബീർദാസിൻ്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, കസ്തൂരിമാൻ അതിൻ്റെ ശരീരത്തിൽ നിന്ന് വമിക്കുന്നതായ സുഗന്ധം അന്വേഷിച്ച് ഓരോ പുൽക്കുടിത്തുമ്പിലും അത് മണത്ത് നടക്കണം. കവിതയാണ്. അതിനകത്തൊരു വലിയ തത്വമുള്ളത്, സ്വന്തം ശരീരത്തിൽ നിന്നാണ് ഈ സുഗന്ധം വരുന്നത്, അത് കസ്തൂരിമാൻ അറിയുന്നില്ല. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു, ഓരോ പുൽനാമ്പിലും ഈ സുഗന്ധം അന്വേഷിച്ച് നടക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ പ്രകൃതിയെ പറ്റി പഠിക്കാനായിട്ട് ഒരു സ്ഥലത്തും പോകേണ്ട കാര്യമില്ല.
ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ വളരെ നീണ്ടുപോകുന്നു. അതൊരു ഇങ്ങനെ ഒരു ഇതൊരു സർവ്വസാധാരണമായ സംഭവം അല്ലാത്തത് കൊണ്ട് കുറേ കൂടുതൽ വിശദീകരണം ആവശ്യമായിട്ട് വരുന്നുണ്ടല്ലേ. അതുകൊണ്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ അങ്ങ് നീണ്ടു പോകുന്നുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല. നല്ല തണുപ്പാണ്, നല്ല തണുപ്പ്. നമ്മളിങ്ങനെ ഇവിടെ നല്ല തണുപ്പാണ്. ഈ സമയത്താണ് നമുക്കിതൊക്കെ ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക, അതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. നാളെയായിട്ട് ബാക്കി നാളെ ഇതുപോലെ ഇരുന്നുകൊണ്ട് പറയാം. അപ്പോൾ ഇനി 10 എത്രയോ ചോദ്യങ്ങളുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ആളുകളുടെ പേര് പറയാത്തതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. എല്ലാം കൂടെ ഒരുപാട് നീണ്ടു പോകുമോ എന്നുള്ള പേടിച്ചിട്ടാണ് ചോദ്യം ചോദിച്ചവരുടെ പേര് പറയാത്ത. പക്ഷേ ഇതിനകത്ത് കമൻ്റ് ഇട്ട ആളുകൾക്ക്, അല്ലെ കമൻറ്റ് പറയുകയോ നോക്കുകയും ചെയ്യുന്ന ആളുകൾക്കെല്ലാം മനസ്സിലാവും ഏതൊക്കെ ചോദ്യം ആരൊക്കെ ചോദിച്ചവർക്ക് ഓർമ്മയുണ്ടാവും. ഇഷ്ടമുള്ള സംഗതിയല്ല. ദക്ഷിണയുടെ പണിക്കാരാണ്. മ്യൂസിക് ഇതേവരെ ചെയ്തുകൊണ്ടിരുന്ന മ്യൂസിക് ഒന്ന് മാറി അടുത്ത വീഡിയോയിൽ പശ്ചാത്തല സംഗീതം ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ചിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. അവരോട് ഞങ്ങൾക്ക് പ്രത്യേകം സന്തോഷവും നന്ദിയുണ്ട്. കാരണം അത്ര ശ്രദ്ധിക്കുന്നു. ഇയാളുടെ മുമ്പിലേക്ക് തോക്ക് ചൂണ്ടിട്ടാണോ ബോംബ് ചൂണ്ടിട്ടാണോ അവിടെ നിൽക്കാൻ പറയുന്നു. ആ പറയുന്ന സമയത്ത് ഞാൻ എടുത്ത് വെച്ച കാലം അങ്ങനെ നിന്ന് അത്രയും ഭാഗം വായിച്ചതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഞാനിങ്ങനെ നിൽക്കുകയാണല്ലോ എന്ന്. അങ്ങനെയൊക്കെ ഉണ്ട്. അത് പക്ഷേ അല്ല, അത് എന്ന് പറഞ്ഞാൽ പ്രായം അതാണ്. അങ്ങനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവും. പക്ഷെ അല്ലാതെ വേറെ രീതിയിൽ ഒരു ആദർശത്തിൻ്റെ പേരിലൊന്നും സ്വാധീനിച്ചിട്ട് ഓർക്കുന്നില്ല. അതായത്